നമ്മളിപ്പോൾ എവിടെയാണെന്നറിയാമോ? സമയത്തിന്റെ അതിരുകൾ മാഞ്ഞുപോയ ഒരിടത്ത്, ഭൂമിയുടെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടികളിലൊന്ന്, മഞ്ഞുമൂടിയ ആൻഡസ് പർവ്വതനിരകളിൽ കാലം നിലച്ചുപോയ ഒരു ഭീമാകാരമായ ശ്മശാനം പോലെ. ഈ കഥ നിങ്ങളെ കൂട്ടിക്കൊണ്ടുപോകുന്നത് 1972 ഒരു നവംബർ മാസത്തിലെ മരവിപ്പിക്കുന്ന പ്രഭാതത്തിലേക്ക്. ലോകം സ്വന്തം തിരക്കുകളിൽ മുഴുകിയിരുന്ന ഒരു കാലം, മരങ്ങൾക്ക് ഇലകൊഴിയുകയും തണുത്ത കാറ്റ് ജനലഴികളിൽ തട്ടിച്ചിരിക്കുകയും ചെയ്യുന്ന ഒരു നവംബർ മാസത്തിലേക്ക്. ഒരുപക്ഷേ നിങ്ങളിപ്പോൾ നിങ്ങളുടെ ചൂടുള്ള മുറിയിലിരുന്ന് ഒരു കപ്പ് കാപ്പിയുമായി ഈ കഥ കേൾക്കുകയായിരിക്കാം. എന്നാൽ ഞാൻ നിങ്ങളെ ക്ഷണിക്കുന്നത് ആ തണുപ്പിലേക്ക്, ഭയത്തിലേക്ക്, പ്രതീക്ഷയിലേക്ക്. ഒരു നിമിഷം കണ്ണടച്ച് ആ കൊടും തണുപ്പ് നിങ്ങളുടെ തൊലിപ്പുറത്ത് അരിച്ചു കയറുന്നത് സങ്കൽപ്പിക്കുക. ഈ കഥ കേൾക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിനെ ഈ സംഭവങ്ങളുമായി ബന്ധിപ്പിക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ ഈ ചാനലിന് ഒരു ലൈക്കും സബ്സ്ക്രൈബും നൽകി ഞങ്ങളെ പിന്തുണയ്ക്കാൻ മറക്കരുത്. കാരണം നിങ്ങൾ നൽകുന്ന ഓരോ പ്രോത്സാഹനവും ഇതുപോലുള്ള വിസ്മയിപ്പിക്കുന്ന കഥകൾ നിങ്ങളിലേക്ക് എത്തിക്കാൻ ഞങ്ങൾക്ക് പ്രചോദനമാണ്. മഞ്ഞിന്റെ അനന്തമായ കടലിൽ കുടുങ്ങിയ ഒരു വിമാനത്തിന്റെ അവസാന ശ്വാസം. അവിടെ മരണം എല്ലാം അവസാനിപ്പിച്ചുവെന്ന് ലോകം വിശ്വസിച്ചു. പക്ഷേ അത് മരണത്തിന്റെ കഥയായിരുന്നില്ല. മനുഷ്യൻ തന്റെ അതിജീവനത്തിന്റെ ആഴങ്ങളിലേക്ക് ഇറങ്ങിയ അവന്റെ ഇച്ഛാശക്തിയുടെയും പ്രത്യാശയുടെയും ചിലപ്പോൾ ഭയപ്പെടുത്തുന്നതുമായ ഒരു അത്ഭുത കഥയായിരുന്നു. നിസ്സഹായതയുടെയും കൊടും തണുപ്പിന്റെയും നിഴലിൽ പ്രകൃതിയുടെ മുന്നിൽ മനുഷ്യൻ എത്ര നിസാരനാണെന്ന് ഓർമ്മിപ്പിച്ച നിമിഷങ്ങൾ. എങ്കിലും അവസാന ശ്വാസം നിലയ്ക്കുന്നതുവരെയും ജീവിക്കാൻ അവൻ കാട്ടിയ ധൈര്യം, അതാണ് ഈ കഥയുടെ ഹൃദയം. ആൻഡസ്, ലോകത്തിലെ ഏറ്റവും ഭംഗിയുള്ള എന്നാൽ ഏറ്റവും അപകടകരമായ പർവ്വതനിരകളിലൊന്ന്. അവിടുത്തെ മഞ്ഞ് കഥകൾ പറയാനറിയാത്ത ഭിത്തികളെപ്പോലെ ഉയർന്നു നിന്നു. പലപ്പോഴും മരണം ഒരു മഞ്ഞുകണമായി വന്ന് നമ്മെ മൂടാൻ സാധ്യതയുള്ള ഒരിടം. ആ മഞ്ഞുമലകൾക്ക് മീതെ പ്രതീക്ഷയുടെയും സ്വപ്നങ്ങളുടെയും ഭാരം പേറി ഒരു വിമാനം പറന്നുയരുകയായിരുന്നു, വിധി അതിനായി കാത്തിരിക്കുന്നത് അറിയാതെ. 1972 ഒക്ടോബർ 12 ഉറുഗ്വേയുടെ തലസ്ഥാനമായ മോണ്ടിവിഡിയോയിലെ കറാസ്കോ അന്താരാഷ്ട്ര വിമാനത്താവളം പതിവിലും കൂടുതൽ ഉണർവോടെയായിരുന്നു. പ്രഭാതസൂര്യന്റെ നേർത്ത കിരണങ്ങൾ റൺവേയിൽ തട്ടിത്തിളങ്ങുമ്പോൾ ഒരു കൂട്ടം ചെറുപ്പക്കാർ തങ്ങളുടെ ജീവിതത്തിലെ മറക്കാനാവാത്തൊരു യാത്രയ്ക്കൊരുങ്ങുകയായിരുന്നു. അത് കേവലം ഒരു വിനോദയാത്രയായിരുന്നില്ല, മറിച്ച് അഭിമാനത്തിന്റെയും പ്രതീക്ഷയുടെയും ഒരുപക്ഷെ ഭാഗ്യത്തിന്റെ പോലും തുണ തേടിയുള്ള ഒരു യാത്രയായിരുന്നു. സ്റ്റെല്ല മാരിസ് കോളേജിലെ ഓൾഡ് ക്രിസ്ത്യൻസ് റഗ്ബി ടീം തങ്ങളുടെ കായിക ജീവിതത്തിലെ ഏറ്റവും വലിയ പോരാട്ടങ്ങളിലൊന്നിനായി ചിലിയിലെ സാന്റിയാഗോയിൽ നടക്കുന്ന ഒരു മത്സരത്തിൽ പങ്കെടുക്കാൻ പോകുന്നു. അവരുടെ ചിരിയിലും സംസാരത്തിലും യുവത്വത്തിന്റെ തുടിപ്പും വരാനിരിക്കുന്ന വിജയങ്ങളെക്കുറിച്ചുള്ള ആവേശവും നിറഞ്ഞുനിന്നു. ഓരോരുത്തരുടെയും കണ്ണുകളിൽ അണയാത്ത സ്വപ്നങ്ങളുടെ തിളക്കം. ഈ യാത്രയിൽ അവർ തനിച്ചായിരുന്നില്ല. അവരുടെ കുടുംബാംഗങ്ങളും അടുത്ത സുഹൃത്തുക്കളും ഉൾപ്പെടെ 45 പേർ ആ വിമാനത്തിലുണ്ടായിരുന്നു. ഓരോരുത്തർക്കും അവരുടേതായ ലോകം, കഥകൾ. പ്രിയപ്പെട്ടവർ നാൻഡോ പറാഡോ, ടീമിലെ മിടുക്കനും ആത്മവിശ്വാസിയുമായ കളിക്കാരൻ. അവന്റെ ചിരിയിൽ ജീവിതത്തോടുള്ള അടങ്ങാത്ത അഭിനിവേശം നിറഞ്ഞുനിന്നു. റഗ്ബി മൈതാനത്തെ അവന്റെ വേഗതയും കരുത്തും എതിരാളികളെ അമ്പരപ്പിക്കാൻ പോന്നതായിരുന്നു. കൂടെ അവന്റെ അമ്മ യൂജീനിയയും അവന്റെ ഏറ്റവും അടുത്ത സുഹൃത്തും സഹോദരിയുമായ സൂസിയുമുണ്ട്. അവരുടെ മുഖങ്ങളിൽ അവനോടുള്ള വാത്സല്യവും അവന്റെ നേട്ടങ്ങളിൽ അഭിമാനവും ഒരുപോലെ പ്രകടമായിരുന്നു. ഈ യാത്ര ഒരു കുടുംബ ഒത്തുചേരൽ കൂടിയായിരുന്നു അവർക്ക്. റഗ്ബി മത്സരത്തിന് ശേഷം സാന്റിയാഗോയിലെ മനോഹരമായ കാഴ്ചകൾ കാണാനുള്ള പദ്ധതികളെക്കുറിച്ച് അവർ സന്തോഷത്തോടെ സംസാരിച്ചു. നാൻഡോയുടെ മനസ്സിൽ ഈ മത്സരം തന്റെ കരിയറിലെ ഒരു നാഴികക്കല്ലാകുമെന്ന ചിന്തയായിരുന്നു. റോബർട്ടോ കാനേസ, ടീമിലെ മറ്റൊരു പ്രധാന കളിക്കാരൻ. കൗമാരത്തിന്റെ പ്രസരിയും അല്പം വികൃതിയും അവന്റെ ഓരോ ചലനത്തിലും ഉണ്ടായിരുന്നു. ഭാവിയിലൊരു ഡോക്ടറാകാൻ മോഹിക്കുന്ന അവൻ വൈദ്യശാസ്ത്ര പുസ്തകങ്ങളിൽ തലപൂഴ്ത്തിയിരിക്കുന്നതിനു പകരം റഗ്ബി മൈതാനത്ത് തന്റെ കരുത്ത് തെളിയിക്കാൻ ആഗ്രഹിച്ചു. ഈ യാത്രയെ അവൻ കണ്ടത് വെറുമൊരു മത്സരയാത്രയായിട്ടായിരുന്നില്ല, മറിച്ച് ഒരു വലിയ സാഹസിക യാത്രയായിട്ടായിരുന്നു. അവന്റെ കൂട്ടുകാരുമായി തമാശകൾ പറഞ്ഞും ചിരിച്ചും അവൻ വിമാനത്തിൽ തന്റെ സീറ്റിലേക്ക് നടന്നു. ഫെർണാണ്ടോ നാൻഡോ പറാഡോയെയും റോബർട്ടോ കനേസയെയും കൂടാതെ ടീമിലെ മറ്റു മിടുക്കരായ കളിക്കാരും അവരുടെ പ്രിയപ്പെട്ടവരും ഈ യാത്രയിലുണ്ടായിരുന്നു. ആന്റോണിയോ ജെയിൻ വിസിന്റിൻ തന്റെ തമാശകളിലൂടെ എല്ലാവരെയും ചിരിപ്പിച്ചു. റോയ് ഹാർലി, ശാന്തസ്വഭാവക്കാരനായ അവൻ, അടുത്ത മത്സരത്തെക്കുറിച്ച് ഗൗരവത്തോടെ ആലോചിച്ചിരുന്നു. പെഡ്രോ ഡെൽഗാഡോ, കാർലോസ് പായസ് റോഡ്രിഗസ്, ഗുസ്താവോ സെർബിനോ, അഡോൾഫോ ഫീറ്റോ സ്ട്രോച്ച്, അദ്ദേഹത്തിന്റെ കസിന്മാരായ ഡാനിയൽ ഫെർണാണ്ടസും എഡ്വാർഡോ സ്ട്രോച്ചും. ഓരോരുത്തർക്കും അവരുടേതായ സ്വപ്നങ്ങളുണ്ടായിരുന്നു. ചിലർ പഠനം പൂർത്തിയാക്കി തൊഴിൽ തേടാൻ ആഗ്രഹിച്ചു. മറ്റു ചിലർ പ്രണയബന്ധങ്ങൾ ഊട്ടിയുറപ്പിക്കാൻ ആഗ്രഹിച്ചു. ഇനിയും ചിലർക്ക് റഗ്ബി കളിക്കളത്തിലെ വിജയമായിരുന്നു ഏറ്റവും വലിയ സ്വപ്നം.
ഈ യാത്രയെ അവർ കണ്ടത് ജീവിതത്തിന്റെ അടുത്ത അധ്യായത്തിലേക്കുള്ള ഒരു ചുവടുവയ്പായിട്ടായിരുന്നു, അല്ലാതെ മരണത്തിലേക്കുള്ള യാത്രയല്ലായിരുന്നു. ഈ 45 പേരുടെ സ്വപ്നങ്ങളെയും പ്രതീക്ഷകളെയും വഹിച്ചുകൊണ്ട് പറന്നുയർന്നത് ഉറുഗ്വേയൻ വ്യോമസേനയുടെ 571 നമ്പർ വിമാനമായ ഫെയർചൈൽഡ് FH-2270D ആയിരുന്നു. ഒരു ചെറിയ ഇരട്ട എഞ്ചിൻ ടർബോപ്രോപ്പ് വിമാനം. എന്നാൽ അവരുടെ ചിരിയുടെയും പ്രതീക്ഷയുടെയും ഭാരം വഹിക്കാൻ അതിനു കഴിയുമെന്നവർ വിശ്വസിച്ചു. വിമാനത്തിന്റെ കോക്പിറ്റിൽ പരിചയസമ്പന്നരായ പൈലറ്റുമാരായിരുന്നു. ക്യാപ്റ്റൻ ജൂലിയോ ഫെറാഡസ്, ഉറുഗ്വേയൻ വ്യോമസേനയിലെ മിടുക്കനായ ഓഫീസർ, കൂടാതെ സഹപൈലറ്റ് ഡാന്റേ സാന്റിയാഗോയും. അവരുടെ നിയന്ത്രണത്തിൽ സുരക്ഷിതമായൊരു യാത്രയെക്കുറിച്ച് യാത്രക്കാർക്ക് യാതൊരു സംശയവും ഉണ്ടായിരുന്നില്ല. വിമാനം ആകാശത്തേക്ക് പറന്നുയർന്നു. മോണ്ടിവീഡിയോയുടെ കാഴ്ചകൾ പതിയെ ചെറുതായി. മേഘങ്ങൾക്ക് മുകളിലൂടെ അവർ നീങ്ങാൻ തുടങ്ങി. ആകാശയാത്രയുടെ ആദ്യ മണിക്കൂറുകൾ സന്തോഷകരമായിരുന്നു. താഴെ തെക്കേ അമേരിക്കയുടെ മനോഹരമായ ഭൂപ്രകൃതി ഒരു വർണ്ണചിത്രം പോലെ വിടർന്നുവെന്നു. മേഘങ്ങൾക്ക് മുകളിലൂടെ പറക്കുമ്പോൾ ലോകം എത്ര വലുതും മനോഹരവുമാണെന്ന് അവർക്ക് തോന്നി. വെള്ളമേഘക്കൂട്ടങ്ങൾ ഒരു പഞ്ഞിക്കെട്ടുകൾ പോലെ, ചിലപ്പോൾ ഒരു കടൽ പോലെ താഴെ നീണ്ടുനിന്നു. ടീമംഗങ്ങൾ തങ്ങളുടെ റഗ്ബി ഗാനങ്ങൾ പാടി തമാശകൾ പറഞ്ഞു. അവരുടെ ചിരിയും ആരവവും വിമാനത്തിനുള്ളിൽ നിറഞ്ഞുനിന്നു. വരാനിരിക്കുന്ന മത്സരത്തിലെ തന്ത്രങ്ങളെക്കുറിച്ചും എതിർ ടീമിനെ എങ്ങനെ തോൽപ്പിക്കാമെന്നതിനെക്കുറിച്ചും അവർ ആവേശത്തോടെ ചർച്ച ചെയ്തു. നാൻഡോ പറാഡോ തന്റെ അമ്മ യൂജീനിയുടെയും സഹോദരി സൂസിയുടെയും അടുത്തായിരുന്ന് ജനലിലൂടെ കണ്ട മനോഹരമായ ആകാശക്കാഴ്ചകൾ അവരെ കാണിച്ചുകൊടുത്തു. അവന്റെ കണ്ണുകളിൽ ഒരു പ്രത്യേക തിളക്കമുണ്ടായിരുന്നു. ഈ യാത്ര ഒരു വലിയ സാഹസിക യാത്രയുടെ തുടക്കമായിരിക്കുമെന്ന് അവൻ അറിഞ്ഞിരുന്നില്ല. റോബർട്ടോ കാനേസ തന്റെ വൈദ്യശാസ്ത്ര പഠനത്തെക്കുറിച്ചുള്ള പുസ്തകങ്ങൾക്കിടയിൽ നിന്നും തല ഉയർത്തി കൂട്ടുകാരുമായി തമാശകൾ പങ്കിട്ടു. ജീവിതം എത്ര മനോഹരമാണെന്ന് അവർക്ക് തോന്നി. വിമാനത്തിലെ എയർ ഹോസ്റ്റസുമാർ സന്തോഷത്തോടെ യാത്രക്കാർക്ക് ഭക്ഷണം വിളമ്പി. എല്ലാം ഒരു സാധാരണ മനോഹരമായ യാത്രയുടെ ഭാഗമായിരുന്നു. എന്നാൽ ഈ സന്തോഷത്തിന് അധികം ആയുസ്സുണ്ടായിരുന്നില്ല. യാത്ര പകുതി പിന്നിട്ടപ്പോൾ വിമാനത്തിന്റെ പൈലറ്റുമാർക്ക് ചില പ്രശ്നങ്ങൾ തോന്നിത്തുടങ്ങി. ആൻഡീസ് പർവ്വതനിരകൾ കൂടുതൽ അടുത്തുവരികയായിരുന്നു. എന്നാൽ സാധാരണയിൽ കവിഞ്ഞ മേഘങ്ങളും കാലാവസ്ഥാ മാറ്റങ്ങളും ദൂരക്കാഴ്ചയ്ക്ക് തടസ്സമായി വന്നു. ക്യാപ്റ്റൻ ഫെറാഡസ് സാന്റിയാഗോ എയർ ട്രാഫിക് കൺട്രോൾ റൂമുമായി ബന്ധപ്പെട്ടു. വെതർ കണ്ടീഷൻസ് ആർ വേഴ്സണിംഗ്. കാലാവസ്ഥ മോശമായി വരുന്നു. അദ്ദേഹത്തിന്റെ ശബ്ദത്തിൽ നേരിയ ആശങ്കയുണ്ടായിരുന്നു. അത് കോക്പിറ്റിന്റെ 4 ചുവരുകൾക്കുള്ളിൽ ഒതുങ്ങി നിന്നു. ആൻഡീസിന്റെ കൊടുമുടികൾ ലോകത്തിലെ ഏറ്റവും അപകടകരമായവയാണ്. അവയുടെ ഉയരം 10,000 അടി വരും. പെട്ടെന്നുള്ള കാലാവസ്ഥാമാറ്റങ്ങൾ അവിടെ സാധാരണമാണ്. ഉഷ്ണമേഖല പ്രദേശങ്ങളിൽ നിന്ന് വരുന്ന വിമാനങ്ങൾക്ക് പെട്ടെന്നുള്ള ഈ തണുപ്പും മൂതൽമഞ്ഞും വലിയ വെല്ലുവിളിയാണ്. സാധാരണയായി പൈലറ്റുമാർ പർവ്വതനിരകൾക്ക് മുകളിലൂടെ പറക്കുന്നതിനു പകരം താഴെയുള്ള സുരക്ഷിതമായ പാതകളിലൂടെയാണ് പറക്കാറുള്ളത്. എന്നാൽ ഈ ദിവസം ഇടതൂർന്ന മേഘങ്ങൾ കാരണം താഴെയുള്ള പാതയും വ്യക്തമല്ലാതെയായി വന്നു. വിമാനത്തിന്റെ ഇൻസ്ട്രുമെന്റുകളിൽ മാത്രം ആശ്രയിച്ച് പറക്കേണ്ട അവസ്ഥ വന്നു. യാത്രക്കാരിൽ ഒരു ചെറിയ ആശങ്ക പരന്നു. വിമാനം ശക്തമായി കുലുങ്ങിത്തുടങ്ങി. സീറ്റ് ബെൽറ്റ് ധരിക്കാനുള്ള നിർദ്ദേശം വന്നു. ചിലർക്ക് ചെറിയ ഭയം തോന്നി. എങ്കിലും അതൊരു സാധാരണ കാറ്റിന്റെ കുലുക്കമായിരിക്കുമെന്ന് കരുതി അവർ സ്വയം സമാധാനിച്ചു. റഗ്ബി കളിക്കാർ തമാശകൾ പറഞ്ഞ് പരസ്പരം ധൈര്യം നൽകാൻ ശ്രമിച്ചു. എന്നാൽ ക്യാപ്റ്റൻ ഫെറാഡസിന്റെയും സഹപൈലറ്റിന്റെയും മുഖത്തിൽ ആശങ്ക വർദ്ധിക്കുന്നത് അവർ അറിഞ്ഞില്ല. വിമാനം അപ്രതീക്ഷിതമായി ഉയരത്തിലേക്ക് കുതിച്ചും താഴേക്ക് പതിച്ചും കൊണ്ടിരുന്നു. ഒരു കളിപ്പാട്ടം പോലെ. എഞ്ചിൻ തകരാറിലാണോ? ചില യാത്രക്കാർ പരസ്പരം ചോദിച്ചു. അവരുടെ ശബ്ദങ്ങളിൽ ഭയം കലർന്നിരുന്നു. വിമാനത്തിന്റെ കോക്പിറ്റിനുള്ളിൽ നടന്ന സംസാരങ്ങൾ പലവിധ ഊഹങ്ങൾക്കും വഴിമാറ്റിക്കൊടുത്തു. യാത്രക്കാർക്ക് പരിചിതമായ ആകാശക്കാഴ്ചകൾ മാറിമറിഞ്ഞു. പുറത്ത് കാഴ്ചകൾ മറച്ച് ഇടതൂർന്ന മേഘങ്ങൾക്കുള്ളിലൂടെ വിമാനം തലങ്ങും വിങ്ങും സഞ്ചരിച്ചു. പുറത്തൊരു വെളുത്ത തിരശീല പോലെ മേഘങ്ങൾ മാത്രം. ഒന്നും കാണാൻ കഴിഞ്ഞില്ല. ക്യാപ്റ്റൻ ഫെറാഡസ് സാന്റിയാഗോ എയർ ട്രാഫിക് കൺട്രോളുമായി വീണ്ടും ബന്ധപ്പെട്ടു. വി ആർ ഇൻ ക്ലൗഡ്സ്, അണേബിൾ ടു സീ, റിക്വസ്റ്റിംഗ് ഹെൽപ്പ്. ഞങ്ങൾ മേഘങ്ങൾക്കുള്ളിലാണ്, ഒന്നും കാണാനില്ല, സഹായം അഭ്യർത്ഥിക്കുന്നു. റേഡിയോയിൽ നിന്നും നേർത്ത പ്രതികരണങ്ങൾ മാത്രം. സ്റ്റാറ്റിക് ശബ്ദം കൂടിക്കൂടി വന്നു. ആശയവിനിമയം ദുഷ്കരമാക്കി. നിയന്ത്രണ ടവറിൽ നിന്നുള്ള ശബ്ദം മുറിഞ്ഞു കേട്ടു. 571, റിപ്പീറ്റ് യുവർ പൊസിഷൻ. ഈ സമയം വിമാനം ആൻഡീസിന്റെ ഹൃദയഭാഗത്തേക്ക് പ്രവേശിച്ചു കഴിഞ്ഞു. മഞ്ഞുപാളികൾ നിറഞ്ഞ 1000 അടി ഉയരമുള്ള കൊടുമുടികൾക്കിടയിലൂടെ ഒരു കൂരിരുട്ടിനെ പോലെ അവർ സഞ്ചരിച്ചു. കാറ്റിന്റെ ശക്തി വർദ്ധിച്ചു. വിമാനം അതിന്റെ നിയന്ത്രണം നഷ്ടപ്പെടുന്നതുപോലെ തോന്നി. റഗ്ബി കളിക്കാർക്കിടയിലെ ചിരി മാഞ്ഞുപോയി. അവരുടെ മുഖങ്ങളിൽ ഭയം നിഴലിച്ചു. നാൻഡോ പറാഡോ അമ്മയെയും സഹോദരിയെയും ചേർത്തുപിടിച്ചു. റോബർട്ടോ കാനേസ തന്റെ കൂട്ടുകാരന്റെ കൈകളിൽ മുറുകെ പിടിച്ചു. എല്ലാവരുടെയും മനസ്സിൽ ഒരേ ഒരു പ്രാർത്ഥന: ദൈവമേ, ഞങ്ങളെ രക്ഷിക്കണേ. പൈലറ്റുമാർക്ക് വഴിതെറ്റിയിരുന്നു. വിമാനം ആൻഡീസിന്റെ ഏറ്റവും അപകടകരമായ ഭാഗത്തേക്ക്, കുരിശുപർവ്വതമെന്നറിയപ്പെടുന്ന ഭാഗത്തേക്ക് കടന്നു.
ക്യാപ്റ്റൻ ഫെറാഡസ് താൻ ഇതിനോടകം പർവ്വതനിരകൾ പിന്നിട്ടു എന്ന് തെറ്റിദ്ധരിച്ചു. സാന്റിയാഗോ കൺട്രോളിൽ നിന്നും വിമാനം ലാൻഡ് ചെയ്യാനുള്ള അനുമതിക്കായി അദ്ദേഹം ആവശ്യപ്പെട്ടു. എന്നാൽ അവർ അറിയാതെ യഥാർത്ഥത്തിൽ ആൻഡിസിന്റെ കൊടുമുടികൾക്ക് മുകളിലൂടെയായിരുന്നു അവർ പറന്നുകൊണ്ടിരുന്നത്. ഈ തെറ്റിദ്ധാരണയായിരുന്നു അവരുടെ വിധി നിർണയിച്ചത്. പെട്ടെന്ന് ഒരു വലിയ ശബ്ദം. വിമാനം ഒരു വശത്തേക്ക് ശക്തമായി ചരിഞ്ഞു. യാത്രക്കാർ സീറ്റുകളിൽ നിന്ന് തെറിച്ചു വീഴാതിരിക്കാൻ പാടുപെട്ടു. നിലവിളികൾ ഉയർന്നു. വിമാനത്തിന്റെ പിൻഭാഗം ഭയാനകമായ ശബ്ദത്തിൽ തകരാൻ തുടങ്ങി. ആളുകൾ സീറ്റുകളിൽ നിന്ന് തെറിച്ചു വീണ്ടു. ക്യാപ്റ്റൻ ഫെറാഡസ് നിയന്ത്രണം വീണ്ടെടുക്കാൻ ശ്രമിച്ചു. അദ്ദേഹത്തിന്റെ കണ്ണുകളിൽ പരിഭ്രാന്തി നിറഞ്ഞു. എന്നാൽ വിമാനം ഒരു ഭീമാകാരമായ മഞ്ഞുമലയുടെ മുകൾ ഭാഗത്ത് അതിവേഗം അടുക്കുകയായിരുന്നു. പുള്ളപ്പ് പുള്ളപ്പ് എന്ന് സഹപൈലറ്റ് ഡാൻഡെ സാന്റിയാഗോ ഉറക്കെ വിളിച്ചു പറഞ്ഞു. അദ്ദേഹത്തിന്റെ ശബ്ദം ഭയം കൊണ്ട് വിറച്ചു. പക്ഷേ സമയം അതിക്രമിച്ചിരുന്നു. വിമാനം ഒരു ഭീമാകാരമായ മഞ്ഞുമലയുടെ മുകൾ ഭാഗത്ത് വാലി ഓഫ് ടിയേഴ്സ് എന്നറിയപ്പെടുന്ന പ്രദേശത്ത് സെക്കൻഡുകൾക്കുള്ളിൽ ഇടിച്ചിറങ്ങി. ഭയാനകമായ ഒരു ശബ്ദം. വിമാനത്തിന്റെ ചിറകുകൾ ഒരു കടലാസ് കഷ്ണം പോലെ ഒടിഞ്ഞു തെറിച്ചു. ഭീകരമായ ആഘാതത്തിൽ വിമാനം അതിന്റെ ഘടന നഷ്ടപ്പെട്ട് രണ്ടായി പിളർന്നു. മുൻഭാഗം വേർപെട്ട് ഒരു മഞ്ഞുമലയിലൂടെ അതിവേഗം താഴേക്ക് തെന്നി നീങ്ങാൻ തുടങ്ങി. യാത്രക്കാർക്കിടയിൽ ഭീകരമായ നിലവിളികൾ ഉയർന്നു. ശരീരങ്ങൾ തെറിച്ചു വീണു. ലോഹപ്പാട്സുകൾ കൂട്ടിയുരമിയ ശബ്ദം. പിന്നെ ഒരു നിമിഷം എല്ലാം നിശബ്ദമായി. വിമാനം ആകാശത്തുനിന്നൊരു ഭീമാകാരമായ ലോഹക്കൂട്ടം പോലെ താഴേക്ക് പതിച്ചു. താഴെ മഞ്ഞിന്റെയും പാറകളുടെയും ഒരു ഭീകരമായ ലോകം അവരെ കാത്തിരുന്നു. ഈ വിമാനം ഇനി രാഡാറിൽ ഉണ്ടാകില്ല എന്ന് സാന്റിയാഗോയിലെ എയർ ട്രാഫിക് കൺട്രോളർമാർക്കറിഞ്ഞു. അവരുടെ സ്ക്രീനിൽ നിന്നും ഫ്ലൈറ്റ് 571ന്റെ സിഗ്നൽ മാഞ്ഞുപോയിരുന്നു. ഫ്ലൈറ്റ് 571 മിസ്സിംഗ്. ആ വാക്കുകൾ റേഡിയോയിൽ മുഴങ്ങുമ്പോൾ ലോകമൊരു വലിയ ദുരന്തത്തെക്കുറിച്ചറിഞ്ഞിരുന്നില്ല. ആൻഡിസിന്റെ ആഴങ്ങളിൽ മഞ്ഞുപുതച്ച ഒരു ഭീമാകാരമായ ശവപ്പെട്ടിയിൽ അവരുടെ വിധി എഴുതപ്പെടുകയായിരുന്നു. അവിടെ ആൻഡിസിന്റെ ഹൃദയത്തിൽ വിമാനം നിശബ്ദമായി. ലോകം അവരെ മറന്നു തുടങ്ങിയിരുന്നു. ഇനി അവർക്ക് സ്വന്തം നിലനിൽപ്പിനായി പോരാടണം. ഭീകരമായൊരു ശബ്ദത്തിൽ ലോകം രണ്ടായി പിളർന്നുപോയതുപോലെ തോന്നി. ആകാശത്ത് പറന്നുയർന്ന് പ്രതീക്ഷയുടെ ചിറകുകൾ വിരിച്ച ആ വിമാനം ആൻഡസിന്റെ മരവിപ്പിക്കുന്ന ഹൃദയത്തിലേക്ക് ഇരച്ചുകയറി. ഒരു നിമിഷം മുൻപ് ചിരിയും സംസാരവും നിറഞ്ഞിരുന്ന ആന്തരികം ഇപ്പോൾ മരണം നിറഞ്ഞ ഒരു ശ്മശാനത്തിന് സമാനമായി. വിമാനം ഒരു മഞ്ഞുമലയുടെ മുകൾ ഭാഗത്ത് ഇടിക്കുകയും അതിന്റെ ചിറകുകൾ പറിച്ചെറിയപ്പെടുകയും ചെയ്തപ്പോൾ അതിന്റെ മുൻഭാഗം ഭയാനകമായ വേഗതയിൽ മഞ്ഞിലൂടെ തെന്നി നീങ്ങാൻ തുടങ്ങി. ഒരു കൂട്ടം മനുഷ്യരെയും അവരുടെ സ്വപ്നങ്ങളെയും പേറി ആ ലോഹക്കൂട് താഴേക്ക് പാഞ്ഞപ്പോൾ സമയം നിശ്ചലമായതുപോലെ തോന്നി. പിന്നിൽ വിമാനത്തിന്റെ തകർന്ന ഭാഗം ഒരു വലിയ തീഗോളം പോലെ ആകാശത്ത് പൊട്ടിത്തെറിച്ച് പിന്നീട് ഒരു മഞ്ഞുമലയിൽ തട്ടി നിശ്ചലമായി. മുൻഭാഗം ഏതാണ്ട് പൂർണ്ണമായും മഞ്ഞിനുള്ളിൽ പുതഞ്ഞുപോയി. അതിന്റെ യാത്രക്കാർക്ക് ഒരു ശവപ്പെട്ടി പോലെ. ആ നിമിഷം ഭീകരമായ നിലവിളികൾ ആ തണുത്ത കാട്ടിൽ അലിഞ്ഞുചേർന്നു. ലോഹവും മനുഷ്യശരീരങ്ങളും കൂട്ടിമുട്ടിയുരുമി. രക്തത്തിന്റെ മരവിപ്പിക്കുന്ന ഗന്ധം വായുവിൽ നിറഞ്ഞു. പക്ഷേ അത് ഏതാനും നിമിഷങ്ങൾ മാത്രം. അതിനുശേഷം എല്ലാം നിശബ്ദമായി. ആൻഡസിന്റെ അനന്തമായ മഞ്ഞുമൂടിയ നിശബ്ദത ആ ദുരന്തത്തെ വിഴുങ്ങി. ആകാശത്തുനിന്ന് ഒരു നക്ഷത്രം പൊഴിഞ്ഞു വീണതുപോലെ ലോകമറിയാതെ ഒരു വിമാനമില്ലാതായി. റോബർട്ടോ കനേസയുടെ കണ്ണുകൾ പതിയെ തുറന്നു. ചുറ്റും ഇരുട്ട്, തണുപ്പ്. അവന്റെ ചെവികളിൽ ഒരു നേർത്ത മൂളൽ ശബ്ദം. അവൻ എവിടെയാണ്? ഒരു നിമിഷം മുൻപ് അവൻ കൂട്ടുകാരുമായി തമാശ പറഞ്ഞ് ചിരിക്കുകയായിരുന്നു. പെട്ടെന്ന് ഒരു ഭീകരമായ ആഘാതം, ഒരു വലിയ ശബ്ദം. എല്ലാം താറുമാറായി. ഇപ്പോൾ നിശബ്ദത മാത്രം. കണ്ണു തുറന്നപ്പോൾ കണ്ടത് മരവിച്ച മഞ്ഞും തകർന്ന വിമാനത്തിന്റെ ലോഹഭാഗങ്ങളുമായിരുന്നു. അവന്റെ ദേഹം മുഴുവൻ വേദന കൊണ്ട് നീറി. തലയ്ക്ക് ശക്തമായ ഒരു അടി കിട്ടിയതുപോലെ. അവന്റെ മുന്നിൽ സഹയാത്രികരിൽ ചിലർ നിശ്ചലമായി കിടന്നു. അവരുടെ മുഖങ്ങളിൽ മരണത്തിന്റെ നിഴൽ. കനേസ ഒരു ഡോക്ടറാകാൻ പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അവന്റെ മനസ്സ് ഒരു നിമിഷം ആഘാതത്തിൽ മരവിച്ചുപോയെങ്കിലും അവന്റെ ഉള്ളിലെ ഡോക്ടർ ഉണർന്നു. അവൻ പതിയെ ചുറ്റും നോക്കി. തന്റെ സീറ്റ് ബെൽറ്റ് പൊട്ടിയിട്ടില്ലായിരുന്നു. അതാണ് തന്നെ രക്ഷിച്ചത് എന്ന് അവന് തോന്നി. അവന്റെ തൊട്ടടുത്ത് നാൻഡോ പറാഡോ ബോധമില്ലാതെ കിടന്നു. അവന്റെ തലയിൽ ഒരു വലിയ മുറിവ്. രക്തം മഞ്ഞിൽ കലർന്ന് ചുവപ്പ് നിറമായി. നാൻഡോ, നാൻഡോ! കനേസ അവനെ വിളിച്ചു. പക്ഷേ ഉത്തരമുണ്ടായില്ല. അവന്റെ കൂട്ടുകാരിൽ പലരും മരിച്ചിരുന്നു. ചിലർക്ക് ജീവനുണ്ടായിരുന്നു. പക്ഷേ അവർ വേദന കൊണ്ട് പുളയുകയായിരുന്നു. കാറ്റിന്റെ അലർച്ചയ്ക്ക് പുറമെ
വേദന കൊണ്ട് പുളയുന്നവരുടെ ദീനമായ കരച്ചിലുകൾ ആ തണുത്ത അന്തരീക്ഷത്തിൽ ഉയർന്നു. അത് മരണത്തിൻ്റെ വിലാപങ്ങൾ പോലെയായിരുന്നു. നാൻഡോ പറാഡോയുടെ അവസ്ഥ അതീവ ഗുരുതരമായിരുന്നു. അവൻ്റെ തലയ്ക്ക് ഗുരുതരമായി പരിക്കേറ്റിരുന്നു. അവൻ്റെ ഓർമ്മകൾ മാഞ്ഞുപോയതുപോലെ. അവൻ എവിടെയാണെന്ന് പോലും അവൻ അറിഞ്ഞുകൂടാ. അവൻ്റെ അമ്മയും സഹോദരിയും എവിടെ? വിമാനത്തിൻ്റെ ആഘാതത്തിൽ അവർ വേർപെട്ടുപോയിരുന്നു. കനേസ തൻ്റെ കയ്യിൽ കിട്ടിയ മരുന്ന് പെട്ടികളിൽ നിന്ന് കുറച്ച് മരുന്നുകളെടുത്ത് നാൻഡോയ്ക്ക് നൽകി. അവൻ്റെ ഡോക്ടർ ബുദ്ധി തണുത്തുറഞ്ഞ സാഹചര്യത്തിലും പ്രവർത്തിച്ചു തുടങ്ങി. മറ്റു രക്ഷപ്പെട്ടവരുടെ അവസ്ഥയും ഭീകരമായിരുന്നു. വിമാനത്തിലെ എയർ ഹോസ്റ്റസുമാരിൽ ഒരാളായ ആന്റോണിയറ്റ സിൽവ ഗുരുതരമായ പരിക്കുകളോടെ കിടന്നു. അവളുടെ കാലുകൾ ഒടിഞ്ഞു തൂങ്ങിക്കിടന്നു. മറ്റൊരു സഹയാത്രികൻ ഗുസ്താവോ സെർബിനോ വയറിന് ഗുരുതരമായി പരിക്കേറ്റ് വേദന കൊണ്ട് നിലവിളിച്ചു. പലരുടെയും കൈകാലുകൾ ഒടിഞ്ഞു. തലയ്ക്ക് പരിക്കുപറ്റി. രക്തമൊഴുകി. അതിശക്തമായ തണുപ്പ് മുറിവുകളെ കൂടുതൽ മരവിപ്പിച്ചു. നാൻഡ്രോയുടെ അമ്മ യൂജീനിയ ആ ആഘാതത്തിൽ മരിച്ചിരുന്നു. അവളുടെ ശരീരം വിമാനത്തിനുള്ളിലെ അവശിഷ്ടങ്ങൾക്കിടയിൽ നിശ്ചലമായി കിടന്നു. സഹോദരി സൂസി ഗുരുതരമായ പരിക്കുകളോടെ ജീവനുണ്ടായിരുന്നു. പക്ഷേ വേദനയും ഞെട്ടലും അവളെ നിശ്ചലയാക്കി. അവളുടെ നിലവിളികൾ ആ തണുത്ത കാറ്റിൽ അലിഞ്ഞു ചേർന്നു. നാൻഡോയ്ക്ക് ഈ സത്യം താങ്ങാൻ കഴിയില്ല എന്ന് കനേസക്കറിയാമായിരുന്നു. വിമാനത്തിലെ 45 പേരിൽ 12 പേർ തൽക്ഷണം മരണപ്പെട്ടു. ക്യാപ്റ്റൻ ഫെറാഡസും സഹ പൈലറ്റ് ഡാൻഡെ സാന്റിയാഗോയും മരിച്ചവരിൽ ഉൾപ്പെട്ടു. അവരുടെ ശരീരങ്ങൾ കോക്പിറ്റിൻ്റെ അവശിഷ്ടങ്ങൾക്കിടയിൽ ഞെരിഞ്ഞവർന്നുപോയിരുന്നു. മറ്റു ചിലർക്ക് ഗുരുതരമായ പരിക്കുകളുണ്ടായിരുന്നു. രക്ഷപ്പെട്ടവർക്ക് മുന്നിൽ ഒരു ഭീകരമായ സത്യം നിഴൽ തീർന്നു. അവർ ആൻഡസിൻ്റെ ഹൃദയഭാഗത്താണ്. ചുറ്റും മഞ്ഞു പുതഞ്ഞ മലനിരകൾ. ഒരു മനുഷ്യൻ്റെ സാന്നിധ്യം പോലുമില്ലാത്ത, ആളനക്കമില്ലാത്ത ഒരിടം. അവർക്ക് അതിജീവനത്തിനാവശ്യമായ ഭക്ഷണമോ വെള്ളമോ ഉണ്ടായിരുന്നില്ല. കൊടും തണുപ്പ് ഓരോ നിമിഷവും അവരെ വരിഞ്ഞുമുറുക്കി. വിമാനത്തിൻ്റെ തകർന്ന ഭാഗങ്ങളിലൂടെ മരവിപ്പിക്കുന്ന കാറ്റ് ഉള്ളിലേക്ക് അടിച്ചുവീശി. രക്ഷപ്പെട്ടവർ തണുപ്പിൽ നിന്ന് രക്ഷപ്പെടാൻ പരസ്പരം ചേർന്നു. മൃതദേഹങ്ങൾക്കിടയിൽ വേദന കൊണ്ട് പുളഞ്ഞ് അവർക്ക് ഉറങ്ങാൻ പോലും കഴിഞ്ഞില്ല. ഓരോ നിമിഷവും മരണം അവരെ പിന്തുടർന്നു. ആദ്യ രാത്രി ഏറ്റവും ഭീകരമായിരുന്നു. താപനില 0-ന് താഴെ -30°C വരെ എത്തി. വിമാനത്തിൻ്റെ തകർന്ന ഭാഗങ്ങളിലൂടെ മരവിപ്പിക്കുന്ന കാറ്റുള്ളിലേക്ക് അടിച്ചുവീശി. രക്ഷപ്പെട്ടവർ തണുപ്പിൽ നിന്ന് രക്ഷപ്പെടാൻ പരസ്പരം ചേർന്നു. മൃതദേഹങ്ങൾക്കിടയിൽ വേദന കൊണ്ട് പുളഞ്ഞ് അവർക്കുറങ്ങാൻ പോലും കഴിഞ്ഞില്ല. ഓരോ നിമിഷവും മരണം അവരെ പിന്തുടർന്നു. നാൻഡോ പറാഡോ പതിയെ ബോധം വീണ്ടെടുത്തു. അവൻ്റെ തലയ്ക്ക് അതിശക്തമായ വേദന. കണ്ണു തുറന്നപ്പോൾ അവ്യക്തമായ ദൃശ്യങ്ങൾ. അവൻ ചുറ്റും നോക്കി. തകർന്ന വിമാനം, മഞ്ഞുപുതഞ്ഞ കൊടുമുടികൾ. അവൻ്റെ അമ്മയെവിടെ? സൂസിയെവിടെ? അവൻ പതിയെ എഴുന്നേൽക്കാൻ ശ്രമിച്ചു. അവൻ്റെ ശരീരത്തിലെ ഓരോ എല്ലുകളും വേദനിക്കുന്നു. കനേസ അവൻ്റെ അടുത്തേക്ക് വന്നു. അവൻ്റെ മുഖത്ത് ദുഃഖം തളം കെട്ടി നിന്നു. നാൻഡോ, നീ രക്ഷപ്പെട്ടു. കനേസയുടെ ശബ്ദം ഇടറി. അമ്മയെവിടെ? സൂസി എവിടെ? നാൻഡോയുടെ ചോദ്യം കനേസയെ വിഷമിപ്പിച്ചു. അവരില്ല നാൻഡോ. ആ അപകടത്തിൽ. നാൻഡോയുടെ മുഖം വിളറി വെളുത്തു. അവൻ്റെ ലോകം ഒരു നിമിഷം തകർന്നു വീണു. അവൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ 2 ശക്തികൾ അവനെ വിട്ടുപോയിരുന്നു. അമ്മയും കൂട്ടുകാരിയും സഹോദരിയുമായ സൂസിയും. അവൻ നിശബ്ദമായി നിലവിളിച്ചു. അവൻ്റെ കണ്ണുകളിൽ നിന്ന് കണ്ണുനീർ മഞ്ഞു കണങ്ങൾ പോലെ പുറത്തേക്ക് വന്നു. പിന്നീട് കവിളിൽ തണുത്തുറഞ്ഞു. നാൻഡോയുടെ ദുരന്തം അവിടെയുള്ള എല്ലാവരുടെയും കഥയായിരുന്നു. ഓരോരുത്തർക്കും നഷ്ടപ്പെട്ട പ്രിയപ്പെട്ടവർ, കൂട്ടുകാർ, സഹോദരങ്ങൾ, മാതാപിതാക്കൾ. ആ വിമാനത്തിലുണ്ടായിരുന്ന സഹോദരങ്ങളായ പാഞ്ചോയും കാർലോസും അപകടത്തിൽ മരണപ്പെട്ടിരുന്നു. അവരുടെ കൂടെയുണ്ടായിരുന്ന എൻറിക്കെ അറായിസിനും ജീവൻ നഷ്ടപ്പെട്ടു. യുജീനിയ പറാഡോയെ കൂടാതെ സൂസി പറാഡോ, ഒഫേലിയ ഇയാൻസെ, മാർസലോ പെരസ്, അങ്ങനെ പലരുടെയും ജീവിതം ആ നിമിഷം അവസാനിച്ചു. അവർക്ക് മുന്നിൽ അതിജീവനത്തിൻ്റെ ഒരു പുതിയ പാഠം തുടങ്ങുകയായിരുന്നു. തങ്ങളുടെ പ്രിയപ്പെട്ടവരെ നഷ്ടപ്പെട്ട വേദനയിൽ ഓരോരുത്തരും തണുപ്പിലും ഭയത്തിലും മുങ്ങിത്താഴ്ന്നു. കനേസയും മറ്റു ചിലരും ചേർന്ന് മരിച്ചവരുടെ ശരീരങ്ങൾ വിമാനത്തിൽ നിന്ന് പുറത്തെടുക്കാൻ ശ്രമിച്ചു. പക്ഷേ കൊടും തണുപ്പ് അവരുടെ ഓരോ ചലനങ്ങളെയും മന്ദഗതിയാക്കി. രക്ഷപ്പെട്ടവർക്ക് മുന്നിൽ ഒരു ചോദ്യം മാത്രം: എങ്ങനെ അതിജീവിക്കും? ആൻഡസിൻ്റെ കൊടും തണുപ്പിൽ ഭക്ഷണമില്ലാതെ, വെള്ളമില്ലാതെ, പുറംലോകവുമായി യാതൊരു ബന്ധവുമില്ലാതെ അവർ ഒറ്റപ്പെട്ടു. വിമാനത്തിൻ്റെ തകർന്ന ഭാഗങ്ങളെല്ലാം അവർ ശ്രദ്ധയോടെ പരിശോധിച്ചു. ഭക്ഷണാവശിഷ്ടങ്ങളോ കുടിവെള്ളമോ കണ്ടുപിടിക്കാൻ അവർക്ക് കഴിഞ്ഞില്ല. ഒഴിഞ്ഞ പെട്ടികളും കീറിപ്പറിഞ്ഞ വസ്ത്രങ്ങളും മാത്രം. ലോകം നമ്മളെ മറന്നു. റോയി ഹാർലിയുടെ ശബ്ദം ഇടറി. അവർ നമ്മളെ തേടി വരുമോ? മറ്റൊരാൾ ചോദിച്ചു.
കനേസയും നാൻഡ്രോയും പരസ്പരം നോക്കി. അവരുടെ മനസ്സിൽ ഒരേയൊരു ഭയം, പുറം ലോകം അവരെ കണ്ടെത്തുമോ? എയർ ട്രാഫിക് കൺട്രോളിൽ നിന്ന് വിമാനം കാണാതായെന്ന വിവരം ലഭിച്ചതോടെ ഉറുഗ്വേയൻ വ്യോമസേനയും ചിലിയിലെ വ്യോമസേനയും സംയുക്തമായി തിരച്ചിൽ ആരംഭിച്ചു. എന്നാൽ ആൻഡസിന്റെ വിശാലമായ മഞ്ഞുപാളികൾക്കിടയിൽ ഒരു ചെറിയ വിമാനത്തിന്റെ അവശിഷ്ടങ്ങൾ കണ്ടെത്തുക എന്നത് ഒരു സൂചി കണ്ടുപിടിക്കുന്നതിന് തുല്യമായിരുന്നു. തിരച്ചിൽ വിമാനങ്ങൾ പലതവണ അവർക്ക് മുകളിലൂടെ പറന്നുപോയി. പക്ഷേ മഞ്ഞിന്റെയും വെള്ളമേഘങ്ങളുടെയും പശ്ചാത്തലത്തിൽ വിമാനത്തിന്റെ വെളുത്ത അവശിഷ്ടങ്ങൾ കണ്ടുപിടിക്കാൻ അവർക്ക് കഴിഞ്ഞില്ല. രക്ഷപ്പെട്ടവർ വിമാനത്തിന്റെ തകർന്ന ഭാഗങ്ങളിൽ നിന്ന് തുണികളെടുത്ത് ഒരു വലിയ SOS സിഗ്നൽ ഉണ്ടാക്കാൻ ശ്രമിച്ചു. എന്നാൽ അവരുടെ ഈ ശ്രമങ്ങൾ വിഫലമായി. ഓരോ ദിവസവും പ്രതീക്ഷയുടെ തിരുനാളങ്ങൾ അണഞ്ഞു തുടങ്ങി. ഒക്ടോബർ 13-നായിരുന്നു അപകടം. തിരച്ചിൽ വിമാനങ്ങൾ 10 ദിവസത്തോളം ആകാശത്ത് ചുറ്റിപ്പറന്നു. എന്നാൽ നവംബർ 2-ന് ചിലി, ഉറുഗ്വേ, അർജന്റീന എന്നീ രാജ്യങ്ങൾ സംയുക്തമായി ഒരു പ്രസ്താവന പുറത്തിറക്കി. കാണാതായ ഫ്ലൈറ്റ് 75-നെ കണ്ടെത്താനുള്ള എല്ലാ ശ്രമങ്ങളും അവസാനിപ്പിച്ചു. അതിലെ പാസഞ്ചേഴ്സിന് ജീവനുണ്ടെന്ന് കരുതുന്നില്ല. ഈ വാർത്ത റേഡിയോയിലൂടെ ലോകം മുഴുവൻ മുഴങ്ങിയപ്പോൾ ആൻഡസിന്റെ ഹൃദയത്തിൽ, തകർന്ന വിമാനത്തിൽ 33 പേർ ജീവനോടെയുണ്ടായിരുന്നു. അവരെന്നറിഞ്ഞില്ല. ലോകം അവരെ മരണത്തിന് വിട്ടുകൊടുത്തിരുന്നു. ആ നിമിഷം പ്രതീക്ഷയുടെ അവസാന കണിക പോലും മാഞ്ഞുപോയി. അവർക്ക് ചുറ്റും മരവിച്ച നിശബ്ദത മാത്രം. ലോകം അവരെ മറന്നിരുന്നു. അവർ ജീവനോടെ ഉണ്ടായിരുന്നു, പക്ഷേ ലോകം അവരെ മറന്നിരുന്നു. ആൻഡസിന്റെ അനന്തമായ മഞ്ഞുമൂടിയ നിശബ്ദതയിൽ മരണത്തിനും ജീവിതത്തിനും ഇടയിലുള്ള നേർത്ത നൂലിൽ തൂങ്ങിനിന്ന് അവർക്ക് സ്വന്തം അതിജീവനത്തിന്റെ പാത വെട്ടിത്തുറക്കേണ്ടി വന്നു. ആ തണുപ്പിലും ഭയത്തിലും മനുഷ്യന്റെ ഇച്ഛാശക്തിയുടെ ഒരു പുതിയ അധ്യായം തുടങ്ങുകയായിരുന്നു. ലോകം അവരെ മറന്ന ആ നിമിഷം മുതൽ ആൻഡസിന്റെ മഞ്ഞുമൂടിയ താഴ്വര ഒരു ഭീമാകാരമായ ശവപ്പറമ്പായി മാറി. അതിനുള്ളിൽ മരണത്തിനും ജീവിതത്തിനുമിടയിലുള്ള നേർത്ത നൂലിൽ തൂങ്ങി 33 പേർ. വിശപ്പും ദാഹവും തണുപ്പും അവരെ വരിഞ്ഞുമുറുക്കി ഓരോ നിമിഷവും മരണത്തിന്റെ മണികിലുക്കി. അവർ അതിജീവിച്ച വിമാനാപകടം വെറും ഒരു തുടക്കം മാത്രമായിരുന്നു. യഥാർത്ഥ നരകം അവരെ കാത്തിരിക്കുന്നുണ്ടായിരുന്നു. ഒക്ടോബർ 13-ന് അപകടം നടന്നു. ആദ്യ ദിവസങ്ങളിലെ ഞെട്ടലും ഭയവും പതിയെ വിശപ്പും ദാഹവും കൊടും തണുപ്പും നിറഞ്ഞ പുതിയൊരു യാഥാർത്ഥ്യത്തിലേക്ക് വഴിമാറി. വിമാനത്തിന്റെ തകർന്ന മുൻഭാഗമായിരുന്നു അവരുടെ ഏക ആശ്രയം. അത് താൽക്കാലികമായൊരു ഷെൽട്ടറായി അവർ ഉപയോഗിച്ചു. വിമാനത്തിന്റെ പിൻഭാഗം പൂർണ്ണമായും തകർന്ന് ദൂരെ എവിടെയോ കിടക്കുകയായിരുന്നു. അതിൽ നിന്നൊരു സഹായവും ലഭിക്കില്ലെന്ന് അവർക്ക് ബോധ്യപ്പെട്ടു. വിമാനത്തിന്റെ സീറ്റുകൾ, ലഗേജുകൾ, മറ്റവശിഷ്ടങ്ങൾ എന്നിവയെല്ലാം അവർ തണുപ്പിൽ നിന്ന് രക്ഷപ്പെടാൻ ഉപയോഗിച്ചു. തണുത്ത കാറ്റ് വിള്ളലുകളിലൂടെ ഉള്ളിലേക്ക് അടിച്ചു വീശുന്നത് തടയാൻ അവർക്കാവുന്നത്ര ശ്രമിച്ചു. ഭക്ഷണം, അതായിരുന്നു അവരുടെ ഏറ്റവും വലിയ പ്രശ്നം. വിമാനത്തിലുണ്ടായിരുന്ന ഏതാനും ചോക്ലേറ്റ് ബാറുകൾ, കുറച്ച് ബിസ്ക്കറ്റുകൾ, ചെറിയ കുപ്പികളിൽ വൈൻ എന്നിവ മാത്രമായിരുന്നു അവരുടെ പക്കലുണ്ടായിരുന്നത്. 33 പേർക്ക് ഏതാനും ദിവസങ്ങൾ പോലും തികയാത്ത ഭക്ഷണം. അവർ അത് വളരെ ശ്രദ്ധയോടെ വീതിച്ചെടുത്തു. ഓരോരുത്തർക്കും ദിവസവും ലഭിച്ചത് ഒരു തീപ്പെട്ടിക്കൂടിന്റെ വലിപ്പത്തിലുള്ള ചോക്ലേറ്റ് കഷ്ണമോ ഒരു ബിസ്ക്കറ്റിന്റെ ചെറിയ ഭാഗമോ മാത്രം. വെള്ളം, അതും ഒരു വലിയ പ്രശ്നമായിരുന്നു. മഞ്ഞുരുക്കി വെള്ളമാക്കാൻ അവർ ശ്രമിച്ചു. എന്നാൽ മഞ്ഞ് തിളപ്പിക്കാനുള്ള ഇന്ധനം അവരുടെ പക്കലുണ്ടായിരുന്നില്ല. മഞ്ഞ് നേരിട്ട് കഴിക്കുമ്പോൾ അത് ശരീരത്തിന്റെ താപനില കുറയ്ക്കുകയും അത് ആന്തരിക അവയവങ്ങൾക്ക് കേടുപാടുകൾ വരുത്തുകയും ചെയ്യുമെന്ന് അവർക്ക് മനസ്സിലായി. അതിനാൽ ചെറിയ ഗ്ലാസ് കഷ്ണങ്ങളും ലോഹപാത്രങ്ങളും ഉപയോഗിച്ച് സൂര്യന്റെ ചൂടിൽ മഞ്ഞുരുക്കി കുടിക്കാൻ അവർ ശ്രമിച്ചു. പക്ഷേ സൂര്യപ്രകാശം എല്ലാ ദിവസവും ലഭിക്കുമായിരുന്നില്ല. ഓരോ ദിവസവും വേദനകളും നഷ്ടങ്ങളും അവരെ കൂടുതൽ തളർത്തി. നാൻഡോ പറാഡോ അമ്മയെയും സഹോദരിയെയും നഷ്ടപ്പെട്ട വേദനയിൽ നിന്നും പുറത്തു വന്നിരുന്നില്ല. അവന്റെ തലയിലെ മുറിവ് ഉണങ്ങാതെ നീറി. റോബർട്ടോ കനസ തന്റെ ഉള്ളിലെ ഡോക്ടറെ പുറത്തെടുത്ത് മുറിവേറ്റവരെ ശുശ്രൂഷിച്ചു. തണുത്തുറഞ്ഞ കൈകളാൽ അവൻ മുറിവുകൾ വൃത്തിയാക്കി വേദന കുറയ്ക്കാൻ ശ്രമിച്ചു. അവന്റെ പക്കലുണ്ടായിരുന്ന മരുന്നുകൾ പതിയെ തീർന്നു. അപകടം കഴിഞ്ഞ ആദ്യത്തെ കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ തന്നെ ചിലർ മരണത്തിന് കീഴടങ്ങി. ഗുരുതരമായി പരിക്കേറ്റവരും കൊടും തണുപ്പ് താങ്ങാനാവാത്തവരുമായിരുന്നു അവർ. വിമാനത്തിലെ എയർ ഹോസ്റ്റസുമാരിൽ ഒരാളായിരുന്ന ആന്റോണിയേറ്റ സിൽവ മുറിവുകൾ കാരണം മരിച്ചു. റഗ്ബി ടീം അംഗമായിരുന്ന ഹെക്ടർ സ്റ്റോക്ക്, കാർലോസ് വലേട്ട, ഫെർണാൻഡോ യാൻസി തുടങ്ങിയവരും മരണത്തിന് കീഴടങ്ങി. ഓരോ മരണവും രക്ഷപ്പെട്ടവരുടെ ഹൃദയത്തിൽ ഭയത്തിന്റെ ഒരു കല്ലുകൂടി വെച്ചു. എങ്കിലും മരണത്തെ അവർക്ക് തടയാൻ കഴിഞ്ഞില്ല. നവംബർ 2-ന് ലോകം തിരച്ചിൽ അവസാനിപ്പിച്ചു എന്ന് റേഡിയോയിലൂടെ കേട്ടപ്പോൾ
അത് അവരുടെ അവസാന പ്രതീക്ഷയും കെടുത്തിക്കളഞ്ഞു. വിമാനത്തിലുണ്ടായിരുന്ന ഒരു ചെറിയ റേഡിയോ അവർക്ക് പ്രവർത്തിപ്പിക്കാൻ കഴിഞ്ഞിരുന്നു. അതിലൂടെ അവർ ലോകവാർത്തകൾ കേട്ടു. കാണാതെയായ ഫ്ലൈറ്റ് 527 കണ്ടെത്താനുള്ള എല്ലാ ശ്രമങ്ങളും അവസാനിപ്പിച്ചു. അതിലെ യാത്രികർക്ക് ജീവനുണ്ടെന്ന് കരുതുന്നില്ല. ഈ വാർത്ത അവരുടെ ഹൃദയങ്ങളിലേക്ക് ഒരു ഇടുത്തി പോലെ പതിച്ചു. അവർ ഒറ്റപ്പെട്ടു, പൂർണ്ണമായും ഒറ്റപ്പെട്ടു. ഈ സത്യം അവരെ വല്ലാതെ തളർത്തി. പുറം ലോകം തങ്ങളെ ഉപേക്ഷിച്ചെന്നവർക്ക് മനസ്സിലായി. ഇനി അവർക്ക് സ്വന്തം അതിജീവനത്തിനായി പോരാടണം. എന്നാൽ എന്ത് കഴിക്കും? അവരുടെ പക്കലുണ്ടായിരുന്ന ഭക്ഷണമെല്ലാം തീർന്നു. 33 പേരുടെ വയറുകൾ വിശന്നു നീറി. അവരുടെ കണ്ണുകൾ ചുറ്റും പാഞ്ഞു. മഞ്ഞല്ലാതെ മറ്റൊന്നും അവർക്ക് ചുറ്റുമുണ്ടായിരുന്നില്ല. വിശപ്പ് അവരുടെ ശരീരത്തെയും മനസ്സിനെയും തളർത്തി. അവർക്ക് നടക്കാൻ പോലും വഴിയാത്ത അവസ്ഥയിലായി. തണുപ്പ് അവരുടെ രക്തം മരവിപ്പിച്ചു. ഓരോ രാത്രിയും മരണത്തിന്റെ ഭീകരത അവരെ പൊതിഞ്ഞു. അവർക്ക് മുന്നിൽ 2 വഴികളുണ്ടായിരുന്നു. ഒന്നുകിൽ വിശന്നു മരിക്കുക, അല്ലെങ്കിൽ ഒരചിന്തനീയമായ വഴി തിരഞ്ഞെടുക്കുക. ജീവിക്കാനുള്ള മനുഷ്യന്റെ പ്രാർത്ഥന, ചിലപ്പോൾ അതും ഭയത്തിന്റെ രൂപം ധരിക്കും. ഈ ലോകത്ത് ഒരു മനുഷ്യനും ചിന്തിക്കാൻ പോലും ധൈര്യപ്പെടാത്തൊരു നിലപാടിലേക്ക് അവർ എത്തിച്ചേർന്നു. ദിവസങ്ങൾ കടന്നുപോകുമ്പോൾ വിശപ്പ് സഹിക്കാവുന്നതിലും അപ്പുറമായി. അവരുടെ ശരീരത്തിലെ കൊഴുപ്പെല്ലാം ഉരുകിത്തീർന്നു. പേശികൾ ക്ഷയിച്ചു. തണുപ്പ് അവരുടെ എല്ലുകളെ മരവിപ്പിച്ചു. ജീവനുണ്ടായിരുന്ന അവരിൽ ചിലർക്ക് രോഗങ്ങൾ പിടിപെടാൻ പോലും തുടങ്ങി. അവരിൽ ചിലർ മരണത്തെ പുൽകി. എന്നാൽ ബാക്കിയുള്ളവർക്ക് ജീവിക്കാനുള്ള ഒരു തീവ്രമായ ആഗ്രഹം അവരുടെ ഉള്ളിൽ ആളിക്കത്തി. എന്തു വില കൊടുത്തും ജീവിക്കണം. അതിനുവേണ്ടി എന്തു ചെയ്യാനും അവർ തയ്യാറായി. റോബർട്ടോ കനസയായിരുന്നു ഈ അചിന്തനീയമായ ആശയം മുന്നോട്ടുവച്ചത്. അവന്റെ ഉള്ളിലെ ഡോക്ടർ, ശരീരശാസ്ത്രത്തെക്കുറിച്ചുള്ള അവന്റെ അറിവ് അവനെ ഈ ഭീകരമായ തീരുമാനത്തിലേക്ക് നയിച്ചു. മനുഷ്യ ശരീരത്തിന്, പ്രത്യേകിച്ച് പ്രോട്ടീനുകളില്ലാതെ അധികം കാലം നിലനിൽക്കാൻ കഴിയില്ല എന്നവൻ അറിയാമായിരുന്നു. ചുറ്റും മൃതദേഹങ്ങൾ ചിതറിക്കിടക്കുന്നു. അവരുടെ പ്രിയപ്പെട്ടവരുടെ മൃതദേഹങ്ങൾ. അവന്റെ വാക്കുകൾ ആദ്യം കേട്ടപ്പോൾ എല്ലാവരും ഞെട്ടിപ്പോയി. മനുഷ്യനെ തിന്നുക, നരഭോജനം, അതൊരു പാപമാണ്, ഒരു നികൃഷ്ട പ്രവൃത്തി. മതവും ധാർമ്മികതയും അതിനെ വിലക്കുന്നു. അവർ ക്രിസ്ത്യാനികളായിരുന്നു, ദൈവത്തെ ഭയപ്പെടുന്നവർ. എന്നാൽ വിശപ്പ് അവരുടെ കണ്ണുകളെ മൂടിക്കളഞ്ഞു. അവർക്ക് മുന്നിൽ ജീവൻ നിലനിർത്താനുള്ള ഏക മാർഗം അതുതന്നെയായിരുന്നു. കനസയുടെ കൂട്ടുകാരനായ നാൻഡോ പറാഡോ ആദ്യം ഈ ആശയത്തെ എതിർത്തു. അവന്റെ പ്രിയപ്പെട്ടവരുടെ മൃതദേഹങ്ങൾ, അവൻ എങ്ങനെ അത് ചെയ്യും? എന്നാൽ വിശപ്പ് അവനെയും തളർത്തി. ദിവസങ്ങൾ കടന്നുപോകുമ്പോൾ അവന്റെ ശരീരത്തിൽ ജീവൻ നിലനിർത്താൻ ആവശ്യമായ ഊർജമില്ലാതെയായി. അവൻ മരണത്തോടടുത്തു എന്നവന് തോന്നി. വിമാനത്തിലെ ഭൂരിഭാഗം പേരും ഈ ആശയത്തെ ആദ്യം എതിർത്തു. ഇത് ദൈവനിന്ദയാണെന്ന് ചിലർ പറഞ്ഞു. എന്നാൽ പാസ്റ്റർ വിസന്റോ അവർക്ക് ബൈബിളിലെ ചില ഭാഗങ്ങൾ ഉദ്ധരിച്ച് ആശ്വസിപ്പിച്ചു. അവസാന അത്താഴത്തിൽ യേശു തന്റെ ശരീരവും രക്തവും ശിഷ്യന്മാർക്ക് നൽകി. ഇത് ജീവനു വേണ്ടിയുള്ള ത്യാഗമാണ്, ഇതൊരു പാപമല്ല. ആ വാക്കുകൾ അവർക്ക് ആശ്വാസം നൽകി. എങ്കിലും അതൊരെളുപ്പമുള്ള തീരുമാനമായിരുന്നില്ല. തങ്ങളുടെ കൂട്ടുകാരുടെയും പ്രിയപ്പെട്ടവരുടെയും മൃതദേഹങ്ങൾ കഴിക്കുക, ആ ചിന്ത പോലും അവരെ മരവിപ്പിച്ചു. അഡോൾഫോ ഫീറ്റോ സ്റ്റോച്ചായിരുന്നു ആദ്യം ഈ ദൗത്യമേറ്റെടുത്തത്. ഒരു മൂർച്ചയുള്ള ഗ്ലാസ് കഷ്ണം കൊണ്ട് തണുത്തുറഞ്ഞ ഒരു ശരീരത്തിൽ നിന്ന് ഒരു കഷ്ണം മാംസം മുറിച്ചെടുത്തു. അവന്റെ കൈകൾ വിറച്ചു. അവന്റെ വയർ ഓക്കാനം കാരണം കലങ്ങിമറിഞ്ഞു. എന്നാൽ അവന്റെ കണ്ണുകൾ ജീവിക്കാനുള്ള തീവ്രമായ ആഗ്രഹം ആളിക്കത്തി. അവർക്ക് മറ്റു വഴികളൊന്നും ഉണ്ടായിരുന്നില്ല. അവർ മൃതദേഹങ്ങൾ വിമാനത്തിന്റെ ഒരു ഭാഗത്തേക്ക് മാറ്റി. അവരുടെ മാനസികാവസ്ഥയെ ആരും കുറ്റപ്പെടുത്തിയില്ല. ആ സാഹചര്യത്തിൽ ജീവൻ നിലനിർത്താൻ ഒരു മനുഷ്യന് ചെയ്യാൻ കഴിയുന്ന ഏറ്റവും കഠിനമായ കാര്യമാണത്. ഈ തീരുമാനം അവരെ കൂടുതൽ മാനസികമായി തളർത്തി. ഓരോ ദിവസവും അവർ ഭക്ഷണം കഴിക്കുമ്പോൾ അവരുടെ ഉള്ളിൽ കുറ്റബോധവും അറുപ്പും നിറഞ്ഞു. അവരിൽ ചിലർക്ക് ഇപ്പോഴും അത് ചെയ്യാൻ കഴിഞ്ഞില്ല. അവർ പട്ടിണി കിടന്നു. എന്നാൽ ദിവസങ്ങൾ കടന്നുപോകുമ്പോൾ വിശപ്പ് അവരുടെ തീരുമാനത്തെ മാറ്റിമറിച്ചു. ജീവൻ നിലനിർത്താൻ അവർക്ക് ആ വഴി തിരഞ്ഞെടുക്കേണ്ടി വന്നു. ഇതവരുടെ അതിജീവനത്തിന്റെ കഥയിലെ ഏറ്റവും ഇരുണ്ട അധ്യായമായിരുന്നു. ഒക്ടോബർ 29 ഒരു ഭീകരമായ മഞ്ഞുവീഴ്ചയുണ്ടായി. വിമാനത്തിന്റെ ഉള്ളിലേക്ക് മഞ്ഞ ഇരച്ചു കയറി. 8 പേർ കൂടി മരിച്ചു. അവരുടെ ഷെൽട്ടർ പൂർണ്ണമായും മഞ്ഞിൽ പുതഞ്ഞു. അക്ഷരാർത്ഥത്തിൽ അവർ മഞ്ഞിനടിയിൽ ജീവനോടെ കുഴിച്ചുമൂടപ്പെട്ടു. പുറം ലോകവുമായി യാതൊരു ബന്ധവുമില്ലാതെ മഞ്ഞിന്റെ ഭാരത്തിൽ അവർക്ക് ശ്വാസം മുട്ടി. റോബർട്ടോ കനസയും നാൻഡോ പറാഡോയും മറ്റു ചിലരും ചേർന്ന് ഒരു ചെറിയ വിടവ് കണ്ടെത്താൻ ശ്രമിച്ചു. മഞ്ഞുമല തുറന്ന് അവർ പുറത്തേക്കൊരു വഴിയുണ്ടാക്കി. അത്ഭുതകരമായി അവർ രക്ഷപ്പെട്ടു. എന്നാൽ ഈ മഞ്ഞുവീഴ്ച അവരുടെ എണ്ണം കുറച്ചു. 33 പേരിൽ നിന്ന് 16 പേരായി അവരുടെ എണ്ണം ചുരുങ്ങി. ഈ മഞ്ഞുവീഴ്ചയായിരുന്നു
അവരുടെ അതിജീവനത്തെ കൂടുതൽ ദുഷ്കരമാക്കിയത്. അവർക്ക് ചുറ്റും ശ്വാസം അടക്കിപ്പിടിച്ചു നിന്ന മഞ്ഞുമലകൾ ഓരോ ദിവസവും അവർക്ക് പുതിയ പാഠങ്ങൾ നൽകി. തണുപ്പിൽ നിന്ന് രക്ഷപ്പെടാൻ അവർ വിമാനത്തിന്റെ ഭാഗങ്ങൾ ഉപയോഗിച്ച് ചെറിയ മതിലുകൾ നിർമ്മിച്ചു. മഞ്ഞുവീഴ്ചയിൽ നിന്ന് രക്ഷപ്പെടാൻ അവർ വിമാനത്തിന്റെ മുൻഭാഗത്തെ താൽക്കാലികമായി അടച്ചു. അവർ ഒരു ടീമായി പ്രവർത്തിച്ചു. ഓരോരുത്തർക്കും ഓരോ ജോലികളുണ്ടായിരുന്നു. ചിലർ ഭക്ഷണം കണ്ടെത്താൻ ശ്രമിച്ചു, മൃതദേഹങ്ങളിൽ നിന്ന് മറ്റു ചിലർ വെള്ളം ശേഖരിച്ചു, ചിലർ മുറിവേറ്റവരെ ശുശ്രൂഷിച്ചു. നാൻഡോ പറാഡോയുടെ ഉള്ളിൽ പ്രതികാരത്തിന്റെ ഒരു അഗ്നി ആളിക്കത്തി. തന്റെ അമ്മയുടെയും സഹോദരിയുടെയും മരണത്തിന് പ്രതികാരം ചെയ്യണം. അതിജീവിച്ച് പുറം ലോകത്തെത്തി ഈ ദുരന്തത്തെക്കുറിച്ച് ലോകത്തോട് പറയണം. അവന്റെ ഈ നിശ്ചയദാർഢ്യം മറ്റുള്ളവർക്ക് പ്രചോദനമായി. റോബർട്ടോ കനസ അവന്റെ ഉള്ളിലെ ഡോക്ടർ ബുദ്ധി ഉപയോഗിച്ച് എല്ലാവർക്കും ധൈര്യം നൽകി. മരണത്തെ മുഖാമുഖം കണ്ടപ്പോൾ അവരുടെ ഉള്ളിലെ മനുഷ്യൻ കൂടുതൽ ശക്തിപ്പെട്ടു. മതവും വിശ്വാസവും അവർക്ക് ധൈര്യം നൽകി. അവർ ഒരുമിച്ച് പ്രാർത്ഥിച്ചു. ഓരോ ദിവസവും സൂര്യൻ ഉദിക്കുമ്പോൾ അവർക്ക് ഒരു ദിവസം കൂടി ജീവിക്കാൻ കഴിഞ്ഞു എന്ന ആശ്വാസമുണ്ടായിരുന്നു. എന്നാൽ ഓരോ ദിവസവും അവസാനിക്കുമ്പോൾ അടുത്ത ദിവസത്തെക്കുറിച്ചുള്ള ഭയം അവരെ വേട്ടയാടിക്കൊണ്ടിരുന്നു. ഈ 72 ദിവസങ്ങൾ അത് കേവലം ദിവസങ്ങളായിരുന്നില്ല. മരണം അവരെ പലതവണ വരിഞ്ഞു മുറുക്കി. എന്നാൽ ഓരോ തവണയും അവർ മരണത്തെ അതിജീവിച്ചു. അവരുടെ ശരീരങ്ങൾ ക്ഷയിച്ചു, എന്നാൽ അവരുടെ ആത്മാവ് കൂടുതൽ ശക്തിപ്പെട്ടു. ആൻഡസിന്റെ കൊടുന്തണുപ്പിലും വിശപ്പിന്റെ വേദനയിലും അവർ മനുഷ്യന്റെ അതിജീവനത്തിന്റെ ഏറ്റവും വലിയ കഥ എഴുതുകയായിരുന്നു. അവിടെ ആ തണുത്തുറഞ്ഞ താഴ്വരയിൽ ലോകം മറന്നൊരു കൂട്ടം മനുഷ്യർ തങ്ങളുടെ ജീവിതം തിരിച്ചുപിടിക്കാൻ മരണത്തോട് പൊരുതുകയായിരുന്നു. അവരുടെ ഉള്ളിൽ ഒരു തീവ്രമായ ആഗ്രഹം മാത്രം: ഞങ്ങൾക്ക് ജീവിക്കണം, പുറം ലോകത്തെ ഞങ്ങളെ അറിയിക്കണം. മരവിപ്പിക്കുന്ന 72 ദിവസങ്ങൾ. ആൻഡസിന്റെ ഹൃദയഭാഗത്ത് മരണം പലതവണ തങ്ങളുടെ കൂടപ്പിറപ്പുകളെയും കൂട്ടുകാരെയും കവർന്നെടുത്തിട്ടും 16 പേർ മാത്രം അവശേഷിച്ചു. ഓരോ ദിവസവും വിശപ്പിന്റെയും തണുപ്പിന്റെയും വേദനയിൽ പൊളഞ്ഞ അവർ ഒടുവിൽ തങ്ങളെ പുറം ലോകം ഉപേക്ഷിച്ചുവെന്ന യാഥാർത്ഥ്യം ഉൾക്കൊണ്ടു. ഇനി രക്ഷപ്പെടാൻ ഒരു വഴി മാത്രം: ആ തണുത്തുറഞ്ഞ മലനിരകളെ അതിജീവിച്ച് സഹായം തേടി മുന്നോട്ടു പോകുക. ആ ചിന്ത പോലും ഭീകരമായിരുന്നു. കാരണം അവർക്ക് ചുറ്റും ദൂരം എത്രയുണ്ടെന്ന് പോലും അവർക്കറിയില്ലായിരുന്നു. എന്നാൽ ആ 16 പേർക്കിടയിൽ 2 പേരുടെ കണ്ണുകളിൽ അണയാത്ത ഒരു തീ ആളിക്കത്തി: നാൻഡോ പറാഡയും റോബർട്ടോ കനേസയും. നാൻഡോയുടെ ഉള്ളിൽ അവന്റെ അമ്മയുടെയും സഹോദരിയുടെയും ഓർമ്മകൾ ഒരു തീവ്രമായ ശക്തിയായി മാറി. അവരെ നഷ്ടപ്പെട്ട വേദന അവനെ കൂടുതൽ കരുത്തനാക്കി. കനേസയുടെ ഉള്ളിൽ അവന്റെ കുടുംബത്തെയും അവനെ കാത്തിരിക്കുന്ന ജീവിതത്തെയും കുറിച്ചുള്ള ചിന്തകൾ അവനെ മുന്നോട്ട് നയിച്ചു. ഈ 2 പേർ തങ്ങളുടെ കൂട്ടുകാരുടെ ഏക പ്രതീക്ഷയായി മാറി. മാസങ്ങളോളം നീണ്ട തണുപ്പിൽ നിന്നും വേനൽക്കാലത്തിന്റെ നേരിയ സൂചന ലഭിക്കാൻ തുടങ്ങി. മഞ്ഞുപാളികൾക്ക് ചെറിയൊരു അയവ് വന്നു. ഒരുപക്ഷെ ഇത് രക്ഷപ്പെടാനുള്ള അവരുടെ അവസാന അവസരമായിരിക്കുമെന്നവർക്ക് തോന്നി. വിമാനത്തിലെ ബാക്കിയുള്ള ഭാഗങ്ങളിൽ നിന്ന് ഒരു താൽക്കാലിക സ്ലീപ്പിംഗ് ബാഗ് ഉണ്ടാക്കാൻ അവർക്ക് കഴിഞ്ഞു. വിമാനത്തിന്റെ സീറ്റിൽ നിന്നുള്ള തുണികളും മരവിച്ച മൃതദേഹങ്ങളിൽ നിന്ന് വേർപെടുത്തിയ മാംസവും അവർ ശേഖരിച്ചു. യാത്രയ്ക്കാവശ്യമായ ഏക ഭക്ഷണം അതായിരുന്നു. അത് ശേഖരിക്കുമ്പോൾ പോലും അവരുടെ ഉള്ളിൽ വേദനയും അറപ്പും നിറഞ്ഞു. ഡിസംബർ 12, 1972. ആ ദിവസം ചരിത്രത്തിൽ രേഖപ്പെടുത്തപ്പെട്ടു. നാൻഡോ പറാഡയും റോബർട്ടോ കനേസയും അന്റോണിയോ സൈൻസെയിൻ വിസിന്റിനും കൂടി യാത്ര തുടങ്ങാൻ തീരുമാനിച്ചു. സൈൻസെയിൻ കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം തിരികെ വരാമെന്നും കനേസയും നാൻഡോയും യാത്ര തുടരാമെന്നും അവർ തീരുമാനിച്ചു. യാത്രയ്ക്ക് മുൻപ് അവർ തങ്ങളുടെ കൂട്ടുകാരോട് യാത്ര പറഞ്ഞു. ആ നിമിഷം വികാരഭരിതമായിരുന്നു. തങ്ങൾ തിരിച്ചുവരുമെന്ന് അവർ ഉറപ്പ് നൽകി. എന്നാൽ അവശേഷിക്കുന്നവർക്ക് പ്രതീക്ഷ നൽകിയ ഈ യാത്ര വിജയിക്കുമോ എന്നവർക്ക് യാതൊരു ഉറപ്പുമുണ്ടായിരുന്നില്ല. ആൻഡസിന്റെ മഞ്ഞുമൂടിയ നിശബ്ദതയിലേക്ക് അവർ നടന്നു. ഓരോ ചൂടും മഞ്ഞിൽ ആഴ്ന്നുപോയി. ശ്വാസം കഴിക്കാൻ പോലും അവർക്ക് പ്രയാസമായി തോന്നി. ശരീരത്തിൽ ജീവനുള്ളതെല്ലാം വേദനിക്കുന്നുണ്ടായിരുന്നു. സൂര്യൻ തലയ്ക്ക് മുകളിലൂടെ ഉദിച്ചുയർന്നുവെങ്കിലും തണുപ്പിന് യാതൊരു കുറവുമുണ്ടായിരുന്നില്ല. അവരുടെ വസ്ത്രങ്ങൾ മഞ്ഞിൽ നനഞ്ഞു കുതിർന്നു. നാൻഡോയുടെ ഉള്ളിൽ ഒരു ദൃഢനിശ്ചയമുണ്ടായിരുന്നു. അവനൊരു വഴികാട്ടിയെപ്പോലെ മുന്നിൽ നടന്നു. കനേസി അവന്റെ പിന്നാലെ, സൈൻസെയിൻ അവരെ പിന്തുടർന്നു. ആദ്യ ദിവസം തന്നെ അവർക്ക് മനസ്സിലായി ഇത് തങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ വെല്ലുവിളിയാണെന്ന്. മഞ്ഞുമലകൾക്ക് മുകളിലൂടെയുള്ള യാത്ര ഓരോ നിമിഷവും മരണത്തെ മുഖാമുഖം കാണുന്നതിന് തുല്യമായിരുന്നു. 3 ദിവസത്തെ കഠിനമായ യാത്രയ്ക്ക് ശേഷം സൈൻസെയിൻ തിരികെ പോകാമെന്ന് തീരുമാനിച്ചു. അവന്റെ ശരീരം തളർന്നു. ഇനി മുന്നോട്ടു പോകാൻ അവന് കഴിയില്ലായിരുന്നു. അവന്റെ കൂട്ടുകാരുടെ അടുത്ത് തിരിച്ചെത്തി അവർക്ക് കുറച്ചുകൂടി പ്രതീക്ഷ നൽകാൻ അവൻ ആഗ്രഹിച്ചു. നാൻഡോയും കാനേസയും അവനോട് യാത്ര പറഞ്ഞു. അവന്റെ കണ്ണുകളിൽ ഭയവും നിസ്സഹായതയും ഉണ്ടായിരുന്നു. അവർ പരസ്പരം ധൈര്യം നൽകി വീണ്ടും യാത്ര തുടർന്നു. നാൻഡോയും കനേസയും മാത്രം അവശേഷിച്ചു.
അവരുടെ ലക്ഷ്യം പടിഞ്ഞാറ് ദിശയായിരുന്നു. ചിലിയിലേക്ക് പോകാനുള്ള ഏക വഴി. മുന്നോട്ടു പോകുന്നത് ഓരോ നിമിഷവും മരണത്തോട് പൊരുതുന്നതിന് തുല്യമായിരുന്നു. പാറക്കെട്ടുകൾ നിറഞ്ഞ മലനിരകൾ, ആഴമേറിയ ഗർത്തങ്ങൾ, പെട്ടെന്നുള്ള മഞ്ഞുവീഴ്ചകൾ ഓരോന്നും അവരുടെ യാത്രയെ കൂടുതൽ ദുഷ്കരമാക്കി. അവരുടെ കാലുകൾ മഞ്ഞിലുരുകി രക്തം പൊടിഞ്ഞു. കൈകാലുകളിൽ മുറിവുകളുണ്ടായി. രാത്രിയാകുമ്പോൾ താൽക്കാലികമായ ഒരു ഗുഹ കണ്ടെത്താൻ അവർ ശ്രമിച്ചു. തണുപ്പിൽ നിന്ന് രക്ഷപ്പെടാൻ പരസ്പരം ചേർന്നിരുന്നു. അവരുടെ പക്കലുണ്ടായിരുന്ന സ്ലീപ്പിംഗ് ബാഗ് തണുപ്പിൽ നിന്ന് ചെറിയൊരു ആശ്വാസം നൽകി. എങ്കിലും ഓരോ രാത്രിയും മരണത്തെ മുഖാമുഖം കണ്ടു. നാൻഡോയുടെയും കനേസിയുടെയും മനസ്സിൽ പല ചിന്തകളും മിന്നിമറഞ്ഞുപോയി. തങ്ങളുടെ പ്രിയപ്പെട്ടവരെക്കുറിച്ചുള്ള ഓർമ്മകൾ, ജീവിച്ചിരിക്കുന്ന കൂട്ടുകാരുടെ മുഖങ്ങൾ, വീണ്ടും വീട്ടിലേക്ക് മടങ്ങിച്ചെല്ലാനുള്ള ആഗ്രഹം ഓരോന്നും അവരെ മുന്നോട്ടു പോകാനുള്ള ഊർജം നൽകി. പലപ്പോഴും അവർക്ക് ഭ്രാന്തടിക്കുന്നത് പോലെ തോന്നി. വിശപ്പും ദാഹവും അവരെ വല്ലാതെ തളർത്തി. മരവിച്ച മാംസം കഴിക്കുമ്പോൾ അവരുടെ ഉള്ളിൽ കുറ്റബോധം നിറഞ്ഞു. പക്ഷേ ജീവൻ നിലനിർത്താൻ അവർക്ക് മറ്റു വഴികളുണ്ടായിരുന്നില്ല. അവരുടെ യാത്രയുടെ ലക്ഷ്യം ഒരു വലിയ കൊടുമുടി കണ്ടെത്തുക എന്നതായിരുന്നു. ആ കൊടുമുടിക്ക് മുകളിൽ കയറിയാൽ അവർക്ക് ചിലിയുടെ താഴ്വാര കാണാമെന്ന് അവർ വിശ്വസിച്ചു. ദിവസങ്ങളോളം അവർ ആ കൊടുമുടി ലക്ഷ്യമാക്കി സഞ്ചരിച്ചു. അവരുടെ ശരീരത്തിൽ ഒരു തരി ഊർജം പോലും അവശേഷിച്ചില്ല. 7-ാം ദിവസം നാൻഡോ പറാഡോ ആ കൊടുമുടിക്ക് മുകളിലെത്തി. അവൻ്റെ കണ്ണുകൾക്ക് മുന്നിൽ തെളിഞ്ഞ കാഴ്ച അവനെ ഞെട്ടിച്ചു. അവൻ പ്രതീക്ഷിച്ചത് ചിലിയുടെ പച്ചപുതച്ച താഴ്വാരകളായിരുന്നു. എന്നാൽ അവന് മുന്നിൽ അനന്തമായ മഞ്ഞുമൂടിയ മലനിരകൾ മാത്രം, ഒരു മനുഷ്യൻ്റെ സാന്നിധ്യം പോലുമില്ലാത്ത ഒരു ഭീകരമായ ലോകം. അവൻ്റെ ഹൃദയം ഒരു നിമിഷം നിലച്ചുപോയി. അവൻ്റെ എല്ലാ പ്രതീക്ഷയും ഒരു നിമിഷം തകർന്നുപോയി. ഇല്ല, ഇത് ശരിയാവില്ല. അവൻ്റെ ഉള്ളിലൊരു നിലവിളി ഉയർന്നു. കനേസി അവൻ്റെ അടുത്തേക്ക് വന്നു. അവൻ്റെ മുഖത്തും നിരാശയുടെ നിഴൽ. അവർക്ക് മുന്നിൽ ഇനി മുന്നോട്ടു പോകാൻ മറ്റു വഴികളുണ്ടായിരുന്നില്ല. നാൻഡോയുടെ ഉള്ളിൽ ഒരു നിമിഷം എല്ലാം അവസാനിപ്പിച്ചാലോ എന്ന ചിന്ത വന്നു. എങ്കിലും അവൻ്റെ ഉള്ളിലെ പോരാളി ഉണർന്നു. നമ്മൾ മുന്നോട്ടു പോകണം, ജീവിക്കണം, അവൻ കനേസയോട് പറഞ്ഞു. അവർക്ക് പിന്നിൽ തങ്ങളുടെ കൂട്ടുകാരുണ്ട്, അവരെ രക്ഷിക്കണം. അവരുടെ ലക്ഷ്യം തെറ്റിയിരുന്നു. അവർക്ക് കിട്ടിയ വിവരങ്ങൾ തെറ്റായിരുന്നു. അവർ ആൻഡിസിന്റെ ഏറ്റവും ഉയരം കൂടിയ ഭാഗത്തായിരുന്നു. അവർ കിഴക്കൻ ദിശയിലേക്കാണ് സഞ്ചരിച്ചത്. ഇനി പടിഞ്ഞാറേക്ക് പോകണം. അതൊരു പുതിയ യാത്രയുടെ തുടക്കമായിരുന്നു. അവർ തിരികെ നടന്നു. മനസ്സ് തളർന്നിട്ടുണ്ടെങ്കിലും ജീവിക്കാനുള്ള ആഗ്രഹം അവരെ മുന്നോട്ട് നയിച്ചു. അവരുടെ ശരീരം പൂർണ്ണമായും തളർന്നു. കനേസയ്ക്ക് നടക്കാൻ പോലും വയ്യാതെയായി. കാലുകൾക്ക് നീര് വന്നു. പലപ്പോഴും അവൻ ബോധം കെട്ടു വീണു. നാൻഡോ അവനെ താങ്ങിപ്പിടിച്ച് മുന്നോട്ട് നടന്നു. നാൻഡോയുടെ കരുത്തും നിശ്ചയദാർഢ്യവും കനേസയെ ജീവനോട് നിലനിർത്തി. ദിവസങ്ങൾ കടന്നുപോയി. 10 ദിവസങ്ങൾ അവർ മഞ്ഞുമലകളിലൂടെ നടന്നു. വിശപ്പും ദാഹവും അവരെ പൂർണ്ണമായും തളർത്തി. അവരുടെ ശരീരത്തിൽ ഒരു തരിമ്പ് ഊർജം പോലും അവശേഷിച്ചില്ല. അവർ മരണത്തോടെ ഏറ്റവും അടുത്തു. പലപ്പോഴും അവർക്ക് ഭ്രാന്തടിക്കുന്നത് പോലെ തോന്നി. കാഴ്ചകൾ അവ്യക്തമായി, ശബ്ദങ്ങൾ മാഞ്ഞുപോയി. 10-ാം ദിവസം ഡിസംബർ 21, 1972. നാൻഡോയും കാനേസയും നദിക്കടുത്തേക്ക് നടന്നു. അവരുടെ കാലുകൾക്കിനി മുന്നോട്ട് പോകാൻ കഴിഞ്ഞില്ല. കാനേസ പൂർണ്ണമായും തളർന്നു. നാൻഡോ അവനെ താങ്ങിപ്പിടിച്ച ആ നദിക്കരയിലിരുന്നു. അവരുടെ കയ്യിലുണ്ടായിരുന്ന അവസാനത്തെ മാംസകഷ്ണവും തീർന്നു. അവരുടെ കയ്യിലുണ്ടായിരുന്ന അവസാനത്തെ ഊർജവും തീർന്നു. അവർ മരണത്തെ മുഖാമുഖം കണ്ടു. ആ നിമിഷം നാൻഡോ ദൂരെ ഒരു കാഴ്ച കണ്ടു. ഒരു മനുഷ്യൻ്റെ രൂപം, അതും ഒരു കുതിരപ്പുറത്ത്. അവൻ തൻ്റെ കണ്ണുകൾ തിരുമ്മി നോക്കി. ഒരു ഭ്രാന്തായ കാഴ്ചയാണോ? അവൻ കാനേസയുടെ കയ്യിൽ തട്ടി. കാനേസേ, അവിടെ നോക്ക്. നാൻഡോയുടെ ശബ്ദം വിറച്ചു. കാനേസ കണ്ണുകൾ തുറന്നു നോക്കി. അവനും ആ കാഴ്ച കണ്ടു. ഒരു വലിയ മലയ്ക്കപ്പുറം, നദിക്കപ്പുറം ഒരു മനുഷ്യൻ കുതിരപ്പുറത്ത് സഞ്ചരിക്കുന്നു. അതൊരു അത്ഭുതമായിരുന്നു, ഒരു സ്വപ്നം പോലെ. അവരുടെ ഉള്ളിൽ പുതിയൊരു പ്രതീക്ഷയുടെ കിരണമുദിച്ചു. അവർ തങ്ങളുടെ അവസാനത്തെ ഊർജവും സംഭരിച്ചു വിളിച്ചു പറഞ്ഞു, ഹലോ, ഹെൽപ്പസ്. പക്ഷി നദിയുടെ ഒഴുക്കും കാറ്റിൻ്റെ ശബ്ദവും അവരുടെ ശബ്ദം അവിടെ എത്തിച്ചില്ല. ആ മനുഷ്യൻ അവരെ കണ്ടില്ല. അവൻ മുന്നോട്ട് പോയി. നാൻഡോയുടെയും കനേസിയുടെയും ഹൃദയം ഒരു നിമിഷം നിലച്ചുപോയി. അവർക്ക് നഷ്ടപ്പെട്ടതൊരു വലിയ അവസരമായിരുന്നു. എന്നാൽ അവർക്ക് മുന്നോട്ടു പോകാൻ മറ്റു വഴികളുണ്ടായിരുന്നില്ല. അവർ നദിയുടെ അരികിലൂടെ നടന്നു. ഒരു മരക്കൊമ്പിൽ ഒരു പേപ്പർ കഷ്ണം കെട്ടിവെച്ചിരിക്കുന്നത് അവർ കണ്ടു. അതൊരു കുറിപ്പായിരുന്നു. ആ മനുഷ്യൻ ഒരു ഇടയനാണെന്ന് അവർക്ക് മനസ്സിലായി. അവൻ്റെ പേര് സെർജിയോ കാറ്റലാൻ. അവൻ പിറ്റേ ദിവസം തിരികെ വരുമെന്ന് കുറിപ്പിൽ എഴുതി വച്ചിരുന്നു. ആ വാക്കുകൾ അവർക്ക് പുതിയൊരു ജീവിതം നൽകി. അവർ 72 ദിവസങ്ങൾ ആൻഡിസിൻ്റെ ഹൃദയത്തിൽ ജീവിച്ചു. മരണത്തെ പലതവണ അതിജീവിച്ചു. ഇപ്പോൾ അവർക്ക് മുന്നിൽ രക്ഷപ്പെടലിൻ്റെ വാതിലുകൾ തുറക്കുകയായിരുന്നു. അവരുടെ യാത്രയുടെ അവസാന ഘട്ടത്തിലേക്ക് അവർ അടുക്കുകയായിരുന്നു. അത് കേവലം ഒരു യാത്രയായിരുന്നില്ല, മറിച്ച് മനുഷ്യൻ്റെ ഇച്ഛാശക്തിയുടെ, അതിജീവനത്തിൻ്റെ, പ്രത്യാശയുടെ ഒരു വലിയ പ്രതീകമായിരുന്നു. ആൻഡിസിന്റെ ഹൃദയത്തിൽ 72 ദിവസങ്ങൾ. മരണത്തിന്റെ വക്കോളം ചെന്ന്
ജീവിതത്തിന്റെ നേർത്ത ഒരു നൂലിൽ തൂങ്ങിനിന്ന ആ 16 പേരുടെ പ്രതീക്ഷ നാൻഡോ പറാഡോയുടെയും റോബർട്ടോ കാനീസയുടെയും ധീരമായ യാത്രയിലായിരുന്നു. 10 ദിവസങ്ങൾ നീണ്ട അതിസാഹസികമായ യാത്രയ്ക്ക് ശേഷം അവർ മഞ്ഞുമൂടിയ മലനിരകൾക്ക് താഴെ മനുഷ്യവാസമുള്ള ഒരു പ്രദേശത്തിന്റെ അതിരിലെത്തി. അവർക്കു മുന്നിൽ ഒരു നദിയൊഴുകി. അതിന്റെ അപ്പുറം ദൂരെ ഒരു മനുഷ്യരൂപം കുതിരപ്പുറത്തു വരുന്നു. ആ കാഴ്ച അവരെ വിസ്മയിപ്പിച്ചു. പ്രതീക്ഷയുടെ ഒരു പുതിയ കിരണം അവരുടെ ഉള്ളിൽ ആളിക്കത്തിച്ചു. അത്ഭുതം പോലെ ആ ഇടയൻ അവരെ കണ്ടു. അവന്റെ പേര് സെർജിയോ കാറ്റലൻ. നദിയുടെ അപ്പുറം അവശരായിരിക്കുന്ന 2 പേരെ അവൻ കണ്ടു. അവന്റെ കണ്ണുകളിൽ ആദ്യം സംശയവും ഭയവും നിഴലിച്ചു. അവർ അവനെ കൈവീശി കാണിച്ചു. അവരുടെ ശബ്ദം ദുർബലമായിരുന്നു. നദിയുടെ അങ്ങേയറ്റം നിന്ന് അവന്റെ ശബ്ദം അവർക്ക് വ്യക്തമായി കേൾക്കാൻ കഴിഞ്ഞില്ല. അവനൊരു കഷ്ണം കടലാസും പേനയും എടുത്ത് ഒരു കുറിപ്പെഴുതി ഒരു കല്ലിൽ കെട്ടി നദിയിലേക്കെറിഞ്ഞു. ആ കുറിപ്പിലെ വാക്കുകൾ അവരുടെ ഹൃദയങ്ങളിലേക്ക് ഒരു അമൃത് പോലെ ഒഴുകിയിറങ്ങി. ഞാനൊരു ഇടയനാണ്. ഞാൻ നാളെ തിരിച്ചുവരും. നിങ്ങൾക്ക് എന്താണ് വേണ്ടതെന്ന് എഴുതുക. ആ നിമിഷം നാൻഡോയുടെയും കാനീസയുടെയും കണ്ണുകളിൽ നിന്ന് സന്തോഷം നിറഞ്ഞ കണ്ണുനീരൊഴുകി. അവർ രക്ഷപ്പെട്ടു. 72 ദിവസത്തെ നരകയാതനകൾക്ക് ശേഷം അവർക്കു മുന്നിൽ ജീവിതത്തിന്റെ ഒരു പുതിയ വാതിൽ തുറക്കപ്പെടുകയായിരുന്നു. നാൻഡോ ഒരു പേനയും കടലാസും സംഘടിപ്പിച്ചു. സെർജിയോ കൊടുത്ത മരക്കൊമ്പിൽ കെട്ടിയ പേപ്പറുണ്ടായിരുന്നു. അവന്റെ വിറയ്ക്കുന്ന കൈകളാൽ അവനൊരു കുറിപ്പെഴുതി. ഞങ്ങൾ ഒരു വിമാനാപകടത്തിൽപ്പെട്ടവരാണ്. 12 പേർ അവശേഷിക്കുന്നു. ഞങ്ങൾ വിമാനത്തിലാണ്. ഞങ്ങൾ 72 ദിവസമായി ഇവിടെയുണ്ട്. ഞങ്ങൾക്ക് സഹായം വേണം. എങ്ങനെയെങ്കിലും ഞങ്ങളെ രക്ഷിക്കണം. ആ കുറിപ്പ് ഒരു കല്ലിൽ കെട്ടി അവൻ നദിയിലേക്കെറിഞ്ഞു. സെർജിയോ അത് കണ്ടു. അവന്റെ മുഖത്ത് ഞെട്ടലും അത്ഭുതവും നിറഞ്ഞു. അവൻ കുതിരപ്പുറത്ത് അതിവേഗം പാഞ്ഞുപോയി, ഈ വിവരം പുറംലോകത്തെ അറിയിക്കാൻ. സെർജിയോ കാറ്റലൻ അടുത്തുള്ള പ്യൂട്ടോസ് എന്ന ഗ്രാമത്തിലെത്തി. അവൻ അധികാരികളെ വിവരമറിയിച്ചു. ഒരു വിമാനാപകടത്തിൽപ്പെട്ടവർ ആൻഡസിൽ ജീവിച്ചിരിക്കുന്നു എന്ന വാർത്ത ആദ്യം ആരും വിശ്വസിക്കില്ല. അത്ഭുതമോ? 72 ദിവസങ്ങൾക്ക് ശേഷം? അസാധ്യം. അധികാരികൾ ആദ്യം അവനെ പരിഹസിച്ചു. എന്നാൽ സെർജിയോ താൻ കണ്ട കാര്യങ്ങൾ ഉറപ്പിച്ചു പറഞ്ഞു. നാൻഡോയുടെ കുറിപ്പ് അവൻ അവർക്ക് കാണിച്ചു കൊടുത്തു. ആ കുറിപ്പിലെ വാക്കുകൾ അവരെ ഞെട്ടിച്ചു. അധികം വൈകാതെ ഈ വാർത്ത ചിലിയിലെ അധികാരികളിലെത്തി. ചിലിയിലെ വ്യോമസേന ഉടനടി രക്ഷാപ്രവർത്തനം ആരംഭിക്കാൻ തീരുമാനിച്ചു. മാസങ്ങൾക്ക് മുൻപ് ലോകം തിരച്ചിൽ അവസാനിപ്പിച്ച ഒരു വിമാനത്തിലെ യാത്രക്കാർ ജീവിച്ചിരിക്കുന്നുവെന്ന വാർത്ത ലോകത്തെ ഞെട്ടിച്ചു. ഇതൊരത്ഭുതമായിരുന്നു. രക്ഷാപ്രവർത്തനത്തിനുള്ള ആദ്യ ഹെലികോപ്റ്ററുകൾ ഉടനടി ആൻഡിസിലേക്ക് പറന്നുയർന്നു. ക്യാപ്റ്റൻ കാർലോസ് ഗാർസിയയും സഹപൈലറ്റുമാരും രക്ഷാപ്രവർത്തനത്തിന് നേതൃത്വം നൽകി. ഹെലികോപ്റ്ററുകൾക്ക് ആൻഡിസിന്റെ കൊടുമുടികൾക്കിടയിലൂടെ പറന്നുയരുന്നത് ഒരു വെല്ലുവിളിയായിരുന്നു. എന്നാൽ അവർക്കു മുന്നിൽ ജീവിച്ചിരിക്കുന്ന മനുഷ്യരുണ്ട് എന്ന ചിന്ത അവരെ മുന്നോട്ട് നയിച്ചു. ഡിസംബർ 22, 1972. ആ ദിവസം ആൻഡിസിന്റെ ചരിത്രത്തിൽ സുവർണലിപികളാൽ രേഖപ്പെടുത്തപ്പെട്ടു. നാൻഡോയും കാനീസയും കാറ്റലന്റെ സഹായത്തോടെ മറ്റൊരു നദിക്കരയിലെത്തി. ദൂരെ ആകാശത്ത് ഹെലികോപ്റ്ററുകൾ വരുന്നു. അവരുടെ കണ്ണുകളിൽ അത്ഭുതവും ആശ്വാസവും നിറഞ്ഞു. അവർ കൈവീശി കാണിച്ചു. ഹെലികോപ്റ്ററുകൾ താഴേക്കിറങ്ങി. രക്ഷാപ്രവർത്തകർ ഹെലികോപ്റ്ററിൽ നിന്നിറങ്ങി വന്നു. നാൻഡോയെയും കാനീസയും കണ്ടപ്പോൾ അവർക്ക് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. അവരുടെ ശരീരങ്ങൾ ക്ഷീണിച്ചിരുന്നു, വസ്ത്രങ്ങൾ കീറിപ്പറിഞ്ഞിരുന്നു, താടിയും മുടിയും വളർന്നിരുന്നു. പക്ഷേ അവരുടെ കണ്ണുകളിൽ ജീവന്റെ തിളക്കമുണ്ടായിരുന്നു. അവർ പരസ്പരം കെട്ടിപ്പിടിച്ച് കരഞ്ഞു. 72 ദിവസത്തെ നരകയാതനകൾക്ക് ശേഷം അവർക്ക് മുന്നിൽ രക്ഷയുടെ കവാടങ്ങൾ തുറക്കപ്പെടുകയായിരുന്നു. നാൻഡോ ഒരു രക്ഷാപ്രവർത്തകന്റെ സഹായത്തോടെ ഹെലികോപ്റ്ററിൽ നിന്നിറങ്ങി വന്നു. അവന്റെ കൂട്ടുകാർ അവനെ കെട്ടിപ്പിടിച്ചു. ആ നിമിഷം വികാരനിർഭരമായിരുന്നു. അവർ തങ്ങളുടെ ജീവിതം തിരിച്ചുപിടിച്ചിരിക്കുന്നു. മരവിച്ച ആൻഡിസിന്റെ ഹൃദയത്തിൽ നിന്ന് അവർ ജീവനോടെ പുറത്തു വന്നിരിക്കുന്നു. എങ്കിലും ഒറ്റയടിക്ക് 14 പേരെയും ഹെലികോപ്റ്ററിൽ കൊണ്ടുപോകാൻ സാധിക്കുമായിരുന്നില്ല. മോശം കാലാവസ്ഥ കാരണം 2 ഹെലികോപ്റ്ററുകൾക്ക് മാത്രമേ പറന്നിറങ്ങാൻ കഴിഞ്ഞിരുന്നുള്ളൂ. അതിനാൽ ആദ്യ ദിവസം 6 പേര് മാത്രമാണ് രക്ഷിക്കാൻ കഴിഞ്ഞത്. റോബർട്ടോ കാനീസയും മറ്റു ചിലരും ഈ സംഘത്തിലുണ്ടായിരുന്നു. അവശേഷിക്കുന്നവരെ പിറ്റേന്ന് രക്ഷിക്കാമെന്ന് രക്ഷാപ്രവർത്തകർ ഉറപ്പു നൽകി. ആ രാത്രി അവശേഷിക്കുന്ന 8 പേർ വീണ്ടും വിമാനത്തിന്റെ അവശിഷ്ടങ്ങളിൽ തങ്ങി. എന്നാൽ ഇത്തവണ അവർ ഒറ്റയ്ക്കായിരുന്നില്ല. രക്ഷാപ്രവർത്തന സംഘത്തിലെ ഒരു ഡോക്ടറും മറ്റുദ്യോഗസ്ഥരും അവരോടൊപ്പമുണ്ടായിരുന്നു. അവർക്ക് ചൂടുള്ള ഭക്ഷണവും വെള്ളവും ലഭിച്ചു.
ആദ്യമായി 72 ദിവസത്തിനു ശേഷം അവർക്കൊരു മനുഷ്യന്റെ സാമീപ്യത്തിൽ സുരക്ഷിതമായി ഉറങ്ങാൻ കഴിഞ്ഞു. ഡിസംബർ 23, 1972. സൂര്യൻ ഉദിച്ചു. കൂടുതൽ ഹെലികോപ്റ്ററുകൾ ആ സ്ഥലത്തേക്ക് പറന്നെത്തി. അവശേഷിക്കുന്ന 8 പേരെയും രക്ഷപ്പെടുത്തി. അങ്ങനെ 72 ദിവസം നീണ്ട നരകയാതനകൾക്ക് ശേഷം ഫ്ലൈറ്റ് 573-ലെ 14 യാത്രക്കാർ ആൻഡസിന്റെ കൊടുന്തണുപ്പിൽ നിന്ന് ജീവനോടെ പുറത്തുവന്നു. ഈ രക്ഷാപ്രവർത്തനം ലോകമെമ്പാടുമുള്ള മാധ്യമങ്ങളിൽ വലിയ വാർത്തയായി. കാണാതായ വിമാനത്തിലെ യാത്രക്കാർ ജീവിച്ചിരിക്കുന്നുവെന്ന വാർത്ത ലോകത്തെ ഞെട്ടിച്ചു. ഇത് മനുഷ്യന്റെ അതിജീവനത്തിന്റെ ഏറ്റവും വലിയ കഥയായി ലോകം വാഴ്ത്തി. അവർക്ക് ലഭിച്ച സ്നേഹവും പിന്തുണയും വലുതായിരുന്നു. രക്ഷാപ്രവർത്തനത്തിന്റെ ഭാഗമായി ഉറുഗ്വേയൻ വ്യോമസേനയും ചിലിയിലെ വ്യോമസേനയും വലിയ പ്രശംസ ഏറ്റുവാങ്ങി. സെർജിയോ കാറ്റലൻ, ഒരിടയന്റെ സ്ലിബിതമായ ജീവിതം നയിക്കുന്ന ഒരു മനുഷ്യൻ, ഒരു വലിയ നായകനായി മാറി. അവന്റെ ശ്രദ്ധയും ധൈര്യവും കൊണ്ടാണ് ഈ 16 പേർക്ക് ജീവിതം തിരിച്ചുപിടിക്കാൻ കഴിഞ്ഞത്. ആശുപത്രിയിൽ വെച്ച് നാൻഡോയ്ക്കും കാനേസയ്ക്കും മറ്റു രക്ഷപ്പെട്ടവർക്കും വൈദ്യസഹായം ലഭിച്ചു. അവരുടെ ശരീരങ്ങൾ ക്ഷീണിച്ചിരുന്നു, ഭാരം കുറഞ്ഞിരുന്നു. പക്ഷേ അവരുടെ ഉള്ളിൽ ജീവിക്കാനുള്ള ആഗ്രഹം ആളിക്കത്തി. അവർ തങ്ങളുടെ കുടുംബാംഗങ്ങളെയും സുഹൃത്തുക്കളെയും സണ്ടമുടിച്ചു. വർഷങ്ങളോളം പിരിഞ്ഞിരുന്നവർ വീണ്ടും ഒന്നിച്ചു. ആ നിമിഷം കണ്ണുനീരിനും വാക്കുകൾക്കും അതീതമായൊരു വികാരമായിരുന്നു. 72 ദിവസം കഴിഞ്ഞു. മഞ്ഞ് പൊളിഞ്ഞു. മനുഷ്യൻ വീണ്ടും ഉയർന്നു. അവൻ മരണത്തെ അതിജീവിച്ചു. ആൻഡസിന്റെ കൊടുന്തണുപ്പിൽ ലോകം അവനെ മറന്നു എന്ന് വിശ്വസിച്ചിരുന്നിടത്തുനിന്ന് അവൻ ജീവിതത്തിലേക്ക് തിരിച്ചു നടന്നു. ഈ കഥ മനുഷ്യന്റെ ഇച്ഛാശക്തിയുടെയും പ്രത്യാശയുടെയും അതിജീവനത്തിന്റെയും ഒരു വലിയ പ്രതീകമായി ഇന്നും നിലകൊള്ളുന്നു. ഡിസംബർ 23, 1972. ആൻഡസിന്റെ കൊടും തണുപ്പിൽ നിന്ന് 16 പേർ ജീവനോടെ പുറത്തുവന്ന ആ വാർത്ത ലോകമെമ്പാടുമുള്ള മാധ്യമങ്ങളെ പിടിച്ചുകുലുക്കി. മാസങ്ങൾക്ക് മുൻപ് മരണത്തിന് കീഴടങ്ങിയെന്ന് ലോകം വിധിയെഴുതിയവർ 72 ദിവസങ്ങൾക്ക് ശേഷം ജീവിതത്തിലേക്ക് മടങ്ങിവന്നിരിക്കുന്നു. ഇതൊരു അത്ഭുതമായിരുന്നു. മനുഷ്യന്റെ അതിജീവനശേഷിയുടെ ഏറ്റവും വലിയ ഉദാഹരണം. ഓരോ പത്രത്തിന്റെയും തലക്കെട്ടുകൾ ഈ വാർത്ത കൊണ്ട് നിറഞ്ഞു. റേഡിയോയും ടെലിവിഷൻ ചാനലുകളും ഈ അത്ഭുതത്തെക്കുറിച്ച് സംസാരിച്ചു. ദ മിറാക്കിൾ ഓഫ് ദി ആൻഡസ്, ആൻഡസിന്റെ അത്ഭുതമെന്ന് ലോകം ഈ സംഭവത്തെ വിശേഷിപ്പിച്ചു. ആശുപത്രികളിലേക്ക് മാറ്റപ്പെട്ട രക്ഷപ്പെട്ടവരെ കാണാൻ ലോകം മുഴുവൻ ആകാംക്ഷയോടെ കാത്തിരുന്നു. അവരുടെ ശരീരങ്ങൾ ക്ഷീണിതമായിരുന്നു. പലർക്കും ശരീരഭാരം വലിയ തോതിൽ കുറഞ്ഞിരുന്നു. കൊടും തണുപ്പും പോഷകാഹാരക്കുറവും അവരുടെ ശരീരത്തിൽ വലിയ മാറ്റങ്ങളുണ്ടാക്കിയിരുന്നു. എന്നാൽ അവരുടെ കണ്ണുകളിൽ അണയാത്ത ഒരു തീ ആളിക്കത്തി. ജീവിക്കാനുള്ള ആഗ്രഹം അവരെ കൂടുതൽ കരുത്തരാക്കി. ഓരോ രക്ഷപ്പെട്ടവരും തങ്ങളുടെ പ്രിയപ്പെട്ടവരെ കണ്ടുമുട്ടി. വർഷങ്ങളോളം പിരിഞ്ഞിരുന്നവർ വീണ്ടും ഒന്നിച്ചു. ആ നിമിഷങ്ങൾ വികാരനിർഭരമായിരുന്നു. കണ്ണുനീരും ചിരിയും ആലിംഗനങ്ങളും നിറഞ്ഞ ആ നിമിഷങ്ങൾ അവർക്ക് ലഭിച്ച രണ്ടാമത്തെ ജീവിതത്തിന്റെ പ്രതീകങ്ങളായിരുന്നു. ലോകം മുഴുവൻ ഈ അതിജീവിച്ചവർക്ക് സ്നേഹവും പിന്തുണയും നൽകി. അവർക്ക് ലഭിച്ച കത്തുകളും സമ്മാനങ്ങളും അതിരുകടന്നു. എന്നാൽ ഈ അത്ഭുത കഥയ്ക്ക് പിന്നിൽ ലോകത്തെ ഞെട്ടിച്ച ഒരു സത്യം ഒളിഞ്ഞിരിപ്പുണ്ടായിരുന്നു. രക്ഷപ്പെട്ടവർക്ക് മാധ്യമങ്ങൾക്ക് മുന്നിൽ സംസാരിക്കേണ്ടി വന്നു. അവർ എങ്ങനെയാണ് 72 ദിവസങ്ങൾ അതിജീവിച്ചത്? ഭക്ഷണമില്ലാതെ, വെള്ളമില്ലാതെ, കൊടും തണുപ്പിൽ അവർ എങ്ങനെയാണ് ജീവൻ നിലനിർത്തിയത്? ഈ ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകാൻ അവർക്കൊരുപാട് പ്രയാസമുണ്ടായി. ദൃശ്യം: ആശുപത്രിയിലെ ഒരു കോൺഫറൻസ് റൂം. മാധ്യമപ്രവർത്തകർ നിറഞ്ഞിരിക്കുന്നു. രക്ഷപ്പെട്ടവരിൽ ചിലർ അവശരായ ശരീരങ്ങളുമായി ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകാൻ ശ്രമിക്കുന്നു. അവരുടെ മുഖങ്ങളിൽ വേദനയും സത്യം പറയുന്നതിനുള്ള ഭയവും. പശ്ചാത്തലത്തിൽ ക്യാമറ ഫ്ലാഷുകൾ, ചോദ്യങ്ങളുടെ ബഹളം. ആദ്യത്തെ പത്രസമ്മേളനം. ലോകം മുഴുവൻ ആകാംക്ഷയോടെ കാത്തിരുന്നു. കാനേസയും നാൻഡോയും മറ്റു ചിലരും ചേർന്ന് തങ്ങളുടെ കഥ ലോകത്തോട് പറയാൻ തുടങ്ങി. എന്നാൽ നരഭോജനം എന്ന സത്യം പുറത്തു പറയാൻ അവർക്ക് വലിയ ധൈര്യം വേണ്ടിവന്നു. അവർ പരസ്പരം നോക്കി. ഒരു നിമിഷം നിശ്ശബ്ദത തളം കെട്ടി നിന്നു. രക്ഷപ്പെട്ടവരിൽ ഒരാളായിരുന്ന റോബർട്ടോ ഖനേസ ധൈര്യം സംഭരിച്ച് സംസാരിച്ചു. ഞങ്ങൾക്ക് മറ്റു വഴികളുണ്ടായിരുന്നില്ല. ഞങ്ങൾക്ക് ജീവിക്കണമായിരുന്നു. ഞങ്ങൾക്ക് വിശന്നിട്ട് മരിക്കാൻ കഴിയില്ലായിരുന്നു. ഞങ്ങൾക്ക് വേണ്ടി ഞങ്ങളുടെ കൂട്ടുകാർ തങ്ങളുടെ ശരീരങ്ങൾ നൽകി. അതൊരു വലിയ ത്യാഗമായിരുന്നു. ഈ വാക്കുകൾ ലോകത്തെ ഞെട്ടിച്ചു. നരഭോജനം, മനുഷ്യനെ തിന്നുക.
ഇതൊരു ഭീകരമായ സത്യമായിരുന്നു. മാധ്യമങ്ങളിൽ ഈ വാർത്ത വലിയ തോതിൽ ചർച്ചയായി. ചിലർ അവരെ കുറ്റപ്പെടുത്തി. ഇതൊരു പാപമാണ്, മനുഷ്യത്വമില്ലാത്ത പ്രവൃത്തി. ചില മതനേതാക്കളും സാമൂഹിക പ്രവർത്തകരും ഇതിനെ എതിർത്തു. എന്നാൽ അവരെ പിന്തുണച്ചവരും കുറവായിരുന്നില്ല. അതിജീവനത്തിനു വേണ്ടി ഒരു മനുഷ്യന് ചെയ്യാൻ കഴിയുന്ന ഏറ്റവും കഠിനമായ കാര്യമാണത്. ആ സാഹചര്യത്തിൽ അവർക്ക് മറ്റു വഴികളുണ്ടായിരുന്നില്ല. റോമൻ കത്തോലിക്ക സഭ, വത്തിക്കാൻ ഈ വിഷയത്തിൽ വളരെ ശ്രദ്ധാപൂർവം പ്രതികരിച്ചു. ജീവൻ നിലനിർത്താൻ മനുഷ്യൻ നടത്തുന്ന ത്യാഗങ്ങളെ അവർ അംഗീകരിച്ചു. അത് പാപമല്ല, മറിച്ച് ജീവൻ നിലനിർത്താനുള്ള ഒരു ശ്രമം മാത്രമാണെന്ന് വത്തിക്കാനിൽ നിന്നുള്ള പ്രതികരണം വന്നു. ആ വാക്കുകൾ രക്ഷപ്പെട്ടവർക്ക് വലിയ ആശ്വാസം നൽകി. ലോകം ഈ വിഷയത്തിൽ രണ്ടായി തിരിഞ്ഞു. മനുഷ്യന്റെ ധാർമ്മികതയുടെ അതിരുകൾ എവിടെയാണ്? ജീവൻ നിലനിർത്താൻ ഏതറ്റം വരെ പോകാം? ഈ ചോദ്യങ്ങൾ ലോകത്ത് വലിയ തോതിൽ ചർച്ചയായി. എന്നാൽ രക്ഷപ്പെട്ടവർക്ക് സംബന്ധിച്ചിടത്തോളം അത് കേവലം ഒരു അതിജീവനത്തിന്റെ കഥയായിരുന്നില്ല, മറിച്ച് തങ്ങളുടെ പ്രിയപ്പെട്ടവരുടെ ത്യാഗത്തിന്റെ കഥയായിരുന്നു. അവർക്കു വേണ്ടി ജീവൻ വെടിഞ്ഞവർക്ക് നൽകിയ ആദരാഞ്ജലിയായിരുന്നു അത്. ഈ സംഭവത്തിന് ശേഷം രക്ഷപ്പെട്ടവർ മാനസികമായും ശാരീരികമായും വലിയ ബുദ്ധിമുട്ടുകൾ നേരിട്ടു. പോഷകാഹാരക്കുറവും കൊടും തണുപ്പും അവരുടെ ശരീരത്തിൽ ദൂരവ്യാപകമായ ആരോഗ്യപ്രശ്നങ്ങൾ ഉണ്ടാക്കിയിരുന്നു. മാസങ്ങളോളം അവർ ആശുപത്രികളിൽ ചികിത്സയിൽ കഴിയേണ്ടി വന്നു. മാനസികമായി ആ ദുരന്തം അവരെ എന്നും വേട്ടയാടി. അവരുടെ മനസ്സിൽ ആ തണുത്ത നാട്ടുകളും വിശപ്പിന്റെ വേദനയും കൂട്ടുകാരുടെ മൃതദേഹങ്ങളും ഒരു മായാത്ത ഓർമ്മയായി അവശേഷിച്ചു. ഈ സംഭവത്തിന് ശേഷം രക്ഷപ്പെട്ടവരിൽ പലരും സാധാരണ ജീവിതത്തിലേക്ക് മടങ്ങിവന്നു. നാൻഡോ പരാഡോ ഒരു വിജയകരമായ ബിസിനസ്സുകാരനായി മാറി. ലോകമെമ്പാടും അവൻ തൻ്റെ അതിജീവനത്തിൻ്റെ കഥ പറഞ്ഞു. ഞാനൊരു റഗ്ബി കളിക്കാരനായിരുന്നു, എന്നാൽ ആൻഡസ് എന്നെ ഒരു പോരാളിയാക്കി മാറ്റി. എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ പാഠം ഞാൻ അവിടെ നിന്ന് പഠിച്ചു: ജീവന്റെ മൂല്യം. അവൻ്റെ വാക്കുകൾ ലക്ഷക്കണക്കിന് ആളുകൾക്ക് പ്രചോദനമായി. റോബർട്ടോ കാനേസ തൻ്റെ ഡോക്ടർ പഠനം പൂർത്തിയാക്കി ഒരു കാർഡിയോളജിസ്റ്റായി മാറി. കുട്ടികളുടെ ഹൃദയരോഗ ചികിത്സയിൽ അവൻ ശ്രദ്ധ കേന്ദ്രീകരിച്ചു. അവൻ്റെ ജീവിതം മറ്റുള്ളവരെ സഹായിക്കാൻ വേണ്ടി അവൻ ഒഴിഞ്ഞുവെച്ചു. ആൻഡസിലെ അവൻ്റെ അനുഭവം അവനെ കൂടുതൽ മനുഷ്യനാക്കി. മനുഷ്യജീവിതത്തിൻ്റെ മൂല്യം എന്താണെന്ന് അവൻ തിരിച്ചറിഞ്ഞു. മറ്റു രക്ഷപ്പെട്ടവരും തങ്ങളുടെ ജീവിതത്തിൽ വിജയം നേടി. ചിലർ ബിസിനസ്സുകാരായി, മറ്റു ചിലർ കാലോക ജീവിതം നയിച്ചു. എന്നാൽ ആൻഡസിലെ ആ 72 ദിവസങ്ങൾ അവരുടെ ജീവിതത്തെ എന്നേക്കുമായി മാറ്റിമറിച്ചു. ഓരോ വർഷവും ഒക്ടോബർ 13-ന് അവർ ഒരുമിച്ച് കൂടിക്കാഴ്ച നടത്തി. തങ്ങളുടെ നഷ്ടപ്പെട്ട കൂട്ടുകാരെ അവർ ഓർത്തു. ആ ഓർമ്മകൾ അവരെ കൂടുതൽ അടുപ്പിച്ചു. അവരൊരു കുടുംബം പോലെയായി. രക്ഷപ്പെട്ടവർക്ക് മുന്നിൽ ഒരു വലിയ ചോദ്യം എന്നും അവശേഷിച്ചിരുന്നു: ഞങ്ങൾ എന്തിന് രക്ഷപ്പെട്ടു? ഞങ്ങളുടെ കൂട്ടുകാർക്ക് ജീവൻ നഷ്ടപ്പെട്ടു. ഞങ്ങൾ മാത്രം എന്തുകൊണ്ട് രക്ഷപ്പെട്ടു? ഈ ചോദ്യത്തിന് അവർക്ക് വ്യക്തമായ ഉത്തരമുണ്ടായിരുന്നില്ല. എന്നാൽ അവർക്കൊരു കാര്യം ഉറപ്പായിരുന്നു: തങ്ങളുടെ ജീവിതം പാഴാക്കരുത്. തങ്ങളുടെ കൂട്ടുകാരുടെ ഓർമ്മകൾക്ക് വേണ്ടി ജീവിക്കണം. ഈ സംഭവം വ്യോമയാത്രാ ചരിത്രത്തിലും വലിയ മാറ്റങ്ങൾക്ക് വഴിതെളിച്ചു. വിമാനങ്ങളുടെ സുരക്ഷാ മാനദണ്ഡങ്ങൾ കൂടുതൽ കർശനമാക്കി. ആൻഡസ് പോലുള്ള അപകടകരമായ പ്രദേശങ്ങളിലൂടെയുള്ള യാത്രാ റൂട്ടുകൾ കൂടുതൽ ശ്രദ്ധാപൂർവം നിരീക്ഷിക്കാൻ തുടങ്ങി. കാലാവസ്ഥാ പ്രവചനങ്ങൾ കൂടുതൽ കൃത്യമാക്കി. ഫ്ലൈറ്റ് 572-ന്റെ കഥ കേവലം ഒരു ദുരന്ത കഥയായിരുന്നില്ല. അത് മനുഷ്യന്റെ ഇച്ഛാശക്തിയുടെ, കൂട്ടായ്മയുടെ, ത്യാഗത്തിൻ്റെയും പ്രത്യാശയുടെയും ഒരു വലിയ പ്രതീകമായിരുന്നു. ലോകം മറന്നുപോയ ഒരു കൂട്ടം മനുഷ്യർ മരണത്തെ അതിജീവിച്ച് ജീവിതത്തിലേക്ക് തിരിച്ചു നടന്ന കഥ. അവർക്കു വേണ്ടി ജീവൻ വെടിഞ്ഞവരുടെ ഓർമ്മകൾക്ക് മുന്നിൽ ഈ കഥ ഒരു വലിയ ആദരാഞ്ജലിയായി ഇന്നും നിലകൊള്ളുന്നു. ഓരോ ജീവനും വിലപ്പെട്ടതാണെന്ന് ഈ സംഭവം ലോകത്തെ പഠിപ്പിച്ചു. മരവിച്ച ആൻഡസിന്റെ ഹൃദയത്തിൽ 72 ദിവസങ്ങൾ ലോകം മറന്നുവെന്ന് കരുതിയ ഒരു കൂട്ടം മനുഷ്യർ മരണത്തിന്റെ അഗാധ ഗർത്തത്തിൽ നിന്ന് ജീവിതത്തിലേക്ക് തിരിച്ചു നടന്നതിന്റെ കഥ. ഫ്ലൈറ്റ് 571 വെറുമൊരു വിമാനാപകടത്തിന്റെ കഥയായിരുന്നില്ല. അത് മനുഷ്യന്റെ ഇച്ഛാശക്തിയുടെ, അതിജീവനത്തിന്റെ, സ്നേഹത്തിന്റെ, ത്യാഗത്തിന്റെ, ചിലപ്പോൾ പാപമെന്ന് ലോകം വിളിച്ചേക്കാവുന്ന ഒരു തെരഞ്ഞെടുപ്പിന്റെ പോലും ഒരു അത്ഭുത ഗാഥയായിരുന്നു. ഓരോ ജീവനും എത്ര വിലപ്പെട്ടതാണെന്ന് ഫ്ലൈറ്റ് 571 നമ്മെ പഠിപ്പിച്ചു. വിശപ്പിന്റെയും ദാഹത്തിന്റെയും കൊടും തണുപ്പിന്റെയും മുന്നിൽ മനുഷ്യന്റെ ധാർമ്മികതയുടെ അതിരുകൾ എവിടെ വരെ പോകുമെന്ന് അത് നമ്മെ ചിന്തിപ്പിച്ചു.
തങ്ങളുടെ കൂട്ടുകാരുടെ മൃതദേഹങ്ങൾ ഭക്ഷിക്കേണ്ടി വന്ന ആ നിമിഷങ്ങൾ ജീവിക്കാനുള്ള മനുഷ്യന്റെ പ്രാർത്ഥനയുടെ ഏറ്റവും ഭയപ്പെടുത്തുന്ന രൂപമായിരുന്നു. ഒരു പക്ഷേ ആ തെരഞ്ഞെടുപ്പ് ചിലർക്ക് പാപമായി തോന്നിയേക്കാം. പക്ഷെ ആ പാപത്തിൽ തന്നെയാണ് മനുഷ്യന്റെ അത്ഭുതം ഒളിഞ്ഞിരിക്കുന്നത്. അവർക്ക് വേണ്ടി ജീവൻ വെടിഞ്ഞവരുടെ ഓർമ്മകൾക്ക് മുന്നിൽ രക്ഷപ്പെട്ടവർ തങ്ങളുടെ ജീവിതം അർപ്പിച്ചു. ഓരോ നിമിഷവും അവർ തങ്ങളുടെ കൂട്ടുകാരുടെ ത്യാഗത്തെ ഓർത്തു. ജീവൻ തിരിച്ചുപിടിക്കാൻ സാധിക്കാത്തവർക്ക് വേണ്ടി തങ്ങൾക്ക് ലഭിച്ച ഈ രണ്ടാമത്തെ ജീവിതം അവർക്ക് ജീവിച്ചു തീർക്കേണ്ടിയിരുന്നു. നാൻഡോ പെറാഡോയും റോബർട്ടോ കനേസയും മറ്റതിജീവിച്ചവരും തങ്ങളുടെ അനുഭവങ്ങളിലൂടെ ലോകത്തിനു മുന്നിൽ ഒരു പുതിയ പാഠം തുറന്നു കാണിച്ചു. ആൻഡസ് അവർക്കൊരു ശവപ്പറമ്പായിരുന്നില്ല, മറിച്ച് ഒരു പാഠശാലയായിരുന്നു. ഭയത്തിൽ നിന്ന് ധൈര്യം കണ്ടെത്താൻ, നിസ്സഹായതയിൽ നിന്ന് പ്രതീക്ഷ കണ്ടെത്താൻ, മരണത്തിൽ നിന്ന് ജീവിതത്തെ തിരിച്ചറിയാൻ അവർ അവിടെ പഠിച്ചു. പ്രകൃതിയുടെ മുന്നിൽ മനുഷ്യൻ എത്ര ചെറുതാണെന്ന് തിരിച്ചറിഞ്ഞ നിമിഷങ്ങൾ. എന്നാൽ കൂട്ടായ്മയുടെയും ഇച്ഛാശക്തിയുടെയും മുന്നിൽ പ്രകൃതിയുടെ ഏറ്റവും വലിയ വെല്ലുവിളികളെപ്പോലും അതിജീവിക്കാൻ മനുഷ്യന് കഴിയുമെന്നും അവർ ലോകത്തിന് കാണിച്ചുകൊടുത്തു. അവസാനമായി ഈ കഥ നമ്മെ ഓർമ്മിപ്പിക്കുന്നത് ഇതാണ്: ജീവന്റെ ഓരോ നിമിഷവും വിലപ്പെട്ടതാണ്. ഓരോ ശ്വാസവും ഒരു സമ്മാനമാണ്. എത്ര വലിയ ദുരന്തങ്ങൾ സംഭവിച്ചാലും മനുഷ്യൻ്റെ ഉള്ളിൽ അണയാത്ത ഒരു തീ ആളിക്കത്തും. അത് അതിജീവനത്തിൻ്റെ തീയാണ്, പ്രതീക്ഷയുടെ തീയാണ്, സ്നേഹത്തിൻ്റെ തീയാണ്. ഫ്ലൈറ്റ് 571 യാത്രക്കാർ മഞ്ഞുമൂടിയ മലനിരകളിൽ നിന്ന് ജീവിതത്തിലേക്ക് തിരിച്ചു നടന്ന ആ 16 പേർ അവർ കേവലം രക്ഷപ്പെട്ടവരല്ല. അവർ മനുഷ്യന്റെ ആത്മാവിന്റെ യഥാർത്ഥ കരുത്ത് ലോകത്തിന് കാട്ടിക്കൊടുത്ത ദൂതന്മാരാണ്. അവരുടെ കഥ കാലാതീതമായി മനുഷ്യന്റെ ഏറ്റവും ഇരുണ്ട നിമിഷങ്ങളിലും പ്രത്യാശയുടെ ഒരു പ്രകാശമായി തിളങ്ങി നിൽക്കും. ജീവൻ എത്ര വിലയുള്ളതെന്ന് ഫ്ലൈറ്റ് 571 നമ്മെ പഠിപ്പിച്ചു. ചിലപ്പോൾ രക്ഷപ്പെടൽ തന്നെ പാപമാകും, പക്ഷെ ആ പാപത്തിൽ തന്നെയാണ് മനുഷ്യന്റെ അത്ഭുതം. അവരുടെ ഓർമ്മകൾക്ക് മുന്നിൽ ഈ കഥ ഒരു അനശ്വര സ്മാരകമായി എന്നും നിലനിൽക്കും.